friends, welcome to Entri app. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു PYQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, William Langland, who wrote his poems in the dash dialect. So the first question is William Langland, who wrote his poems in dash dialect. Okay, the options are A, West Midland dialect, B, Northern, C, East Midland dialect, D, Southeast. So the question is William Langland wrote his poems in which dialect? അതാണ് ക്വസ്റ്റ്യൻ. ഏത് ഡയലക്റ്റിലാണ് വില്യം ലാംഗ്ലൻഡ് അദ്ദേഹത്തിന്റെ പോംസ് ഒക്കെ എഴുതിയിരുന്നത്? ഓക്കെ, അപ്പോ നിങ്ങൾ ആൻസർ ചെയ്യൂ. എന്താണ്? വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ആണോ, നോർത്തേൺ ആണോ, ഈസ്റ്റ് മിഡ്ലാൻഡ് ആണോ, അതോ സൗത്ത് ഈസ്റ്റ് ആണോ? യെസ്, your answer is right. West Midland dialect. Okay, അപ്പോൾ നമുക്ക് വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് എന്താണ്, അതുപോലെ വില്യം ലാംഗ്ലൻഡ് അദ്ദേഹത്തിന്റെ ഏതൊക്കെ പോംസ് ആണ് വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിൽ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. വില്യം ലാംഗ്ലൻഡ് wrote his poems in West Midland dialect. William Langland wrote his poems in West Midland dialect. Okay, William Langland, author of the greatest Middle English alliterative poetry, Piers Plowman, or the Vision of Piers Plowman. അപ്പോൾ വില്യം ലാംഗ്ലൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചോസറിന്റെ കണ്ടംപററീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ജോൺ ഗവർണറെ കുറിച്ചും വില്യം ലാംഗ്ലൻഡിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഫാക്ട് ഇതാണ്, വില്യം ലാംഗ്ലൻഡ് wrote his poems in West Midland dialect. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വില്യം ലാംഗ്ലൻഡ് wrote his poems in West Midland dialect. Okay, and William Langland, he is famous for his poem that is Piers Plowman, or the Vision of Piers the Plowman. Okay, the Vision of Piers the Plowman or Piers Plowman is the most important work or poem of William Langland. Okay, it is an allegorical work with a complex variety of religious themes. ഓക്കെ, അപ്പൊ ഇതൊരു അലിഗറി ആണ്, ഒരു അലിഗോറിക്കൽ ആയിട്ടുള്ള നറേറ്റീവ് ആണ്. ആൻഡ് ഇൻ ദിസ് വർക്ക് കണ്ടെയ്ൻസ് കോംപ്ലക്സ് വെറൈറ്റി ഓഫ് റിലീജിയസ് തീംസ്. ഓക്കെ, അപ്പോ ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ റിലീജിയസ് ആയിട്ടോ ഉള്ള ഹിഡൻ മീനിങ്സ് ഡെലിവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സിനെയാണ് നമ്മൾ അലിഗറി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആ തരത്തില് വില്യം ലാംഗ്ലൻഡ് Piers Plowman അല്ലെങ്കിൽ Vision of Piers Plowman is an example for allegory. ഒരു allegory ആണ്, and it is an allegorical work with a complex variety of religious themes. A lot of religious themes can be seen through this poem, Piers Plowman. Okay, and this poem was written in West Midland dialect. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. വില്യം ലാംഗ്ലൻഡ് wrote his poems in West Midland dialect. Okay, and his famous poem that is Piers Plowman or Vision of Piers Plowman. അപ്പോൾ വില്യം ലാംഗ്ലൻഡ് എന്ന് ഓർക്കുക,
വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ഓർക്കുക, അദ്ദേഹത്തിന്റെ ആ ഒരു അലിഗോറിക്കൽ പോം ആയിട്ടുള്ള വിഷൻ, ദ വിഷൻ ഓഫ് പിയേഴ്സ് പ്ലോമാൻ അല്ലെങ്കിൽ പിയേഴ്സ് പ്ലോമാൻ എന്നുള്ള ആ പോയത്തിനെ കുറിച്ചും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വില്യം ലാംഗ്ലൻ wrote his poems in dash dialect, or William Langland wrote his poems in which dialect? The answer is West Midland dialect. Okay, now we can move on to the next question, that is, Thomas More's utopia can be described as dash. Thomas More's utopia can be described as dash. The options are political pamphlet, fiction, both A and B, none of these. So Thomas More's utopia can be described as dash. Political pamphlet ആണോ, fiction ആണോ, അതോ political pamphletഉം fictionും ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. Okay, so Thomas More's utopia can be described as dash. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. Thomas More's utopia can be described as, yes, you are right. Thomas More's utopia is a fiction. Okay, so Thomas More's utopia is a fictional work. ഒരു fiction ആണ്. Okay, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. So Thomas More's utopia is a fiction. Utopia is composed of 2 books published in 1516. Utopia is a place of ideal perfection, especially in laws, government and social conditions. അപ്പോൾ യൂട്ടോപ്പിയ എന്നുള്ള ആ ഒരു ടേം തന്നെ അതെന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇമാജിനറി വേൾഡ് അല്ലെ ഒരു ന്യൂ വേൾഡ് കോൺസെപ്റ്റ് ആണ്. ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് യൂട്ടോപ്പിയ എന്നുള്ള ആ ഒരു ടേം തന്നെ. ഒരു ഇമാജിനറി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐഡിയൽ സൊസൈറ്റിയുടെ സിംബലൈസ് ചെയ്തിട്ടുള്ള ടേം തന്നെയാണ് യൂട്ടോപ്പിയ. ഓക്കെ, അപ്പൊ യൂട്ടോപ്പിയ എന്ന് പറയുന്ന ആ ഒരു ടേം ഇപ്പോ ഇമാജിനറി വേൾഡ് എന്നുള്ള ആ ഒരു മീനിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കിപ്പോ. അപ്പോ ആ യൂട്ടോപ്പിയ എന്നുള്ള കോൺസെപ്റ്റിന്റെ കോയിനേജ് ആരാണ് ഈ യൂട്ടോപ്പിയ എന്നുള്ള ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയൽ വേൾഡ് ആ ഒരു മീനിങ്ങില് യൂട്ടോപ്പിയ എന്നുള്ള ടേം ഫസ്റ്റ് കോയിൻ ചെയ്യുന്നത് തോമസ് മൂർ തന്നെയാണ്. Okay, so Thomas More wrote the fictional work Utopia in the year 1516. Okay, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ യൂട്ടോപ്പിയ എന്നുള്ള ഫിക്ഷണൽ വർക്കിന്റെ ഇയർ എന്നാണ് 1516 and it was composed in 2 books. 1516 ഇത് കമ്പോസ് ചെയ്യുമ്പോൾ 2 books ആയിരുന്നു. Okay, so Utopia is composed of 2 books and published in 1516. Okay, and this utopia, the term describes an ideal perfection. Okay, a place of ideal perfection, especially in laws, government and social conditions. എല്ലാ തരത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്നുള്ള മീനിങ് ആണ് യൂട്ടോപ്പിയ എന്നുള്ള ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so Utopia is a fiction written by Thomas More and he composed this fiction in 2 books and published in 1516, and this term Utopia describes an ideal place of ideal perfection, especially in laws, government and social conditions. Okay, കഴിഞ്ഞിട്ടില്ല. The book is a frame narrative primarily depicting a fictional island society and its religious, social and political customs. So in this fiction we can see a place of ideal perfection and on the basis of government, law and social conditions. Okay, and this is a fictional island. Utopia is a fictional island society and its religious, social and political customs can be seen through this fiction. ആ ഒരു ഇമാജിനറി ഐലൻഡിലെ ആ ഒരു ഐസൊലേറ്റഡ് ഐലൻഡിലെ
സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള മോറൽസും വാല്യൂസും എല്ലാം ഡെപ്പിക്ട് ചെയ്തുകൊണ്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയസ് കസ്റ്റംസ് ഒക്കെ ഡെപ്പിക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിക്ഷൻ ആണ്, ഒരു ഫിക്ഷണൽ നറേറ്റീവ് ആണ് യൂട്ടോപ്പിയ എന്നുള്ള വർക്ക്. ഓക്കെ, തോമസ് മൂർ wrote Utopia in the year published in the year 1516. Okay, and in book 1 the narrator is Thomas More himself, who becomes a character in the narrative, and in book 2 the narrator is also a character, that is Raphael Hitler. Important ആണ്. അപ്പോൾ ഫസ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞു 2 ബുക്സ് ആയിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. 1516 ഫസ്റ്റ് ബുക്കിൽ നറേറ്റർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓതർ തന്നെയാണ്, തോമസ് മൂർ. സെക്കൻഡ് ബുക്കിൽ നറേറ്റർ ആയിട്ട് വരുന്നത് റാഫേൽ ഹിറ്റ്ലോഡെ. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. സോ യൂട്ടോപ്പിയ ഈസ് എ ഫിക്ഷൻ ബൈ തോമസ് മൂർ, published in 1516 in 2 books, and in book 1 the narrator is Thomas More, and in book 2 the narrator is Raphael Hitler. Okay, that is Utopia. So our question, Utopia can be described as a dash. Utopia can be described as a fiction. Okay, next question, which of the following is not a work by Edmund Spencer? Which of the following is not a work by Edmund Spencer? Adana nammade third question. Okay, the options are Fairy Queen, Pratalamian, Venus and Adonai, Amoreti. So the question is, which of the following is not a work by Edmund Spencer? എഡ്മണ്ട് സ്പെൻസറിന്റെ വർക്ക് അല്ലാത്തത് ഇവയിൽ ഏതാണ്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് ബൈ എഡ്മണ്ട് സ്പെൻസർ? ഓക്കെ, ഓപ്ഷൻസ് ആർ ഫെയറി ക്യൂൻ, പ്രൊത്തലാമിയൻ, വീനസ് ആൻഡ് അഡോണെ, അമോററ്റി. ഓക്കെ, എന്താണ് ആൻസർ? യെസ്, ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, വീനസ് ആൻഡ് അഡോണെ. ഓക്കെ, so which of the following is not a work by Edmund Spencer? The answer is Venus and Adonai. Venus and Adonai is not a work by Edmund Spencer. Okay, ബാക്കി എല്ലാം എഡ്മണ്ട് സ്പെൻസറിന്റെ വർക്ക്സ് ആണ്. ഫെയറി ക്യൂൻ, പ്രോത്തലാമിയൻ, അമോററ്റി, they are works by Edmund Spencer. Venus and Adonai is not a work of Spencer. ഓക്കെ, അപ്പൊ നമുക്ക് അത് ആരുടെ വർക്കാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. സോ വീനസ് ആൻഡ് അഡോണെ ഇസ് നോട്ട് എ വർക്ക് ബൈ എഡ്മണ്ട് സ്പെൻസർ. സ്പെൻസർ is called as the poet's poet. Very, very important fact. Spencer is known as poet's poet. Who called Spencer poet's poet? Charles Lamb called Edmund Spencer poet's poet. Okay, so Spencer, Edmund Spencer is called as the poet's poet. Charles Lamb, it was Charles Lamb who called Spencer the poet's poet. Okay, and the important works of Spencer include Shepherd's Calendar, Fairy Queen, Amorety, Epithalamion, Prothalamion, Astrophel. So these are the important works of Edmund Spencer. So Spencer is called as the poet's poet. It was Charles Lamb who called Spencer the poet's poet, and the important works of Spencer include Shepherd's Calendar, Fairy Queen, Amorety, Epithalamion, Prothalamion, Astrophel. Okay, നിങ്ങൾ ഈ പറയുന്ന വർക്ക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെപ്പേർഡ്സ് കാലണ്ടർ 12 എക്ലോക്സ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാസ്റ്ററൽ പോം ആണ് ഷെപ്പേർഡ്സ് കാലണ്ടർ. ഫെയറി ക്യൂൻ, അത് നിങ്ങൾക്കറിയാം, ആർതൂറിയൻ ലെജൻഡ്സിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നൈറ്റ്സിന്റെ ഒക്കെ ടെയിൽസ് പറയുന്ന ഫെയറി ക്യൂൻ എന്നുള്ള വളരെ അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെൻസറിന്റെ വർക്കാണ് ഫെയറി ക്യൂൻ.
അമോററ്റി ലവ് പോംസ് ഉള്ള ലവ് പോംസ് എന്നറിയപ്പെടുന്ന അമോററ്റി സ്പെൻസറിൻ്റെതാണ്. അതുപോലെ എപ്പിത്തലാമിയൻ ആൻഡ് പ്രൊത്തലാമിയൻ മാരേജ് പോംസ് എന്നറിയപ്പെടുന്ന എപ്പിത്തലാമിയൻ പ്രൊത്തലാമിയൻ എന്നുള്ള പോംസും എഡ്മണ്ട് സ്പെൻസറിന്റെയാണ്. അതുപോലെ ആസ്ട്രഫൽ ഈസ് ആൻ എലിജി മോൺസ് ടു ദ ഡെത്ത് ഓഫ് ഫിലിപ്പ് സിഡ്നിയുടെ ഡെത്തില് മോൺ ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു എലിജിയാണ് ആസ്ട്രഫൽ. ഓക്കെ, ഇതെല്ലാം എഡ്മണ്ട് സ്പെൻസറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഓക്കെ, so Spencer is called as the poet's poet. It was Charles Lamb who called Spencer the poet's poet, and his works include Shepherd's Calendar, Fairy Queen, Amoretti, Epithalamion, Prothalamion and Astrophel, etc. ഇനിയും പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സും ഉണ്ട്. ഓക്കെ, then നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, which among the following is not a work by എഡ്മണ്ട് സ്പെൻസർ? ഓപ്ഷൻസ് പ്രൊത്തലാമിയൻ, ഫെയറി ക്യൂൻ, അമോററ്റി. അപ്പൊ ഇതെല്ലാം സ്പെൻസറിന്റെ വർക്ക്സ് ആണ് അല്ലേ? അതില് സ്പെൻസറിൻ്റെതല്ലാത്ത വർക്ക് ഏതായിരുന്നു? വീനസ് ആൻഡ് അഡോണി. സോ ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹു റോട്ട് വീനസ് ആൻഡ് അഡോണി? So Venus and Adonai is a long narrative poem by William Shakespeare published in 1593. 1593 പബ്ലിഷ് ചെയ്ത വില്യം ഷേക്സ്പിയറിന്റെ ലോങ് നറേറ്റീവ് പോം ആണ്. ഓക്കെ, അദ്ദേഹം 2 പോംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ദ റേപ്പ് ഓഫ് ലുക്രേഷ്യം, അതുപോലെ തന്നെ വീനസ് ആൻഡ് അഡോണി. ഓക്കെ, അപ്പോൾ ദ റേപ്പ് ഓഫ് ലുക്രേഷ്യ ആൻഡ് വീനസ് ആൻഡ് അഡോണി ആർ ദ 2 പോംസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. സോ വീനസ് ആൻഡ് അഡോണി is a narrative poem by William Shakespeare published in 1593. Okay, so ഇവിടെ പറഞ്ഞ ഫാക്ട്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിപ്പോയാൽ പോരാ, നമ്മൾ പറയുന്ന ഫാക്ട്സ് കൂടി നിങ്ങൾ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ സ്പെൻസർ ഈസ് കോൾഡ് ആസ് ദ പോയറ്റ്സ് പോയറ്റ്. Charles Lamb called Spencer the poet's poet, and the important works of Edmund Spencer include Shepherd's Calendar, Fairy Queen, Amoretti, Epithalamion, Prothalamion, Astrophel, and Venus and Adonai is a long narrative poem written by William Shakespeare published in the year 1593. Okay, so we can move on to the next question. Match the following: Philip Sidney, Leviathan, Christopher Marlowe, Novum Organum, Francis Bacon, The Defense of Poesy, Thomas Hobbes, University Wits. So you have to choose the appropriate from one column to the another. Okay, അപ്പോൾ ആ നെക്സ്റ്റ് കോളത്തിൽ നിന്ന് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ദാറ്റ് ഈസ് മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാണ് കറക്റ്റ് ഓർഡറിലുള്ള അല്ലെങ്കിൽ ഏതാണ് മാച്ച് ദ ഫോളോയിങ് മാച്ചിങ് ആയിട്ടുള്ള ചോയ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതും ഈ ഒരു എക്സാമിന് വളരെയധികം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഓരോ വർക്ക്സും അതിൻ്റെതായിട്ടുള്ള ഡെപ്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ സാധിക്കൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ട് ആൻസർ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ എന്ന് നോക്കാം. സോ അവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് മാച്ച് ചെയ്യപ്പെടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പ് സിഡ്നി, ദ ഡിഫൻസ് ഓഫ് പോയസി. ഓക്കെ, ഫിലിപ്പ് സിഡ്നി, ദ ഡിഫൻസ് ഓഫ് പോയസി. ദ ഡിഫൻസ് ഓഫ് പോയസി written about 1850 and published posthumously in 1595, and it is also known as an apology for poetry
and it is a reply to Stephen Gossen's The School of Abuse in 1579. Important. Okay. Appo Philip Sidneyയുടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്കാണ് The Defense of Poesy. Poesy means poetry. Okay. Appo The Defense of Poesy is a critical work of Philip Sidney. Philip Sidneyയുടെ critical workാണ് Defense of Poesy. It was written in 1580. 1580 എഴുതിയ വർക്കാണ് Defense of Poesy, but it was published posthumously. After the death of Philip Sidney, it was published in 1595. 1595 posthumous ആയിട്ടാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. And the Defense of Poesy is also known as an apology for poetry. An apology for poetry എന്ന പേരിലും അറിയപ്പെടുന്നു. So, the Defense of Poesy by Philip Sidney, written in the year 1580, and it was published posthumously in 1595, and it was also known as an apology for poetry. This work, The Defense of Poesy or an Apology for Poetry, is written as a reply to Stephen Gossen's work, The School of Abuse, in the year 1579. 1579 പബ്ലിഷ് ചെയ്ത സ്റ്റീഫൻ ഗോസന്റെ വർക്കായിട്ടുള്ള ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്നുള്ള വർക്കിന് ആ ഒരു വർക്കിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഫിലിപ്പ് സിഡ്നി ദ ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ള വർക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഫിലിപ്പ് സിഡ്നിയുടെ ദ ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ളത് ഇറ്റ് ഈസ് എ റിപ്ലൈ ടു സ്റ്റീഫൻ ഗോസൻസ് ദ സ്കൂൾ ഓഫ് അബ്യൂസ്. ദ സ്കൂൾ ഓഫ് അബ്യൂസിൽ അദ്ദേഹം പൊയട്രിയെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൊയട്രിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ഒക്കെയുള്ള ഒരു റിപ്ലൈ ആയിട്ട് പൊയട്രിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫിലിപ്പ് സിഡ്നി എഴുതുന്ന ക്രിട്ടിക്കൽ വർക്കാണ് ദ ഡിഫൻസ് ഓഫ് പോയസി. അപ്പോൾ ഫിലിപ്പ് സിഡ്നി ദ ഡിഫൻസ് ഓഫ് പോയസി, അതാണ് അവിടെ നിങ്ങൾ മാച്ച് ചെയ്യേണ്ട, അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യേണ്ട ആൻസർ ഫിലിപ്പ് സിഡ്നി ദ ഡിഫൻസ് ഓഫ് പോയസി. ഓക്കെ, ദെൻ ക്രിസ്റ്റഫർ മാർലോ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ക്രിസ്റ്റഫർ മാർലോ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി വിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്രിസ്റ്റഫർ മാർലോ is an Elizabethan poet, playwright and dramatist, translator. Okay, sorry, playwright and translator. So Christopher Marlowe is an important Elizabethan poet, playwright and a translator. Elizabethan poet and Shakespeare's most important predecessor in English drama, who is noted especially for his establishment of dramatic blank verse. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർലോസ് മൈറ്റി ലൈൻ, that is blank verse. Marlowe's mighty line, that is blank verse. So he is noted especially for the establishment of dramatic blank verse. Blank verse ന്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സാധ്യമാക്കുന്ന പ്ലേറൈറ്റ്, എലിസബത്തൻ പ്ലേറൈറ്റ് ആണ് ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്രിസ്റ്റഫർ മാർലോ എന്നുള്ള ആ ഒരു ടൈറ്റിലിന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളതാണ്. സോ ക്രിസ്റ്റഫർ മാർലോ is an Elizabethan poet and Shakespeare's most important predecessor in English drama, who is noted especially for the establishment of dramatic blank verse. Okay, the university wits is a phrase used to name a group of late 16th century English playwrights and pamphleteers who were educated at universities, Oxford or Cambridge, and who became popular secular writers. ആ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാകും അല്ലേ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് എന്നുള്ള പ്രോമിനന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്, യൂണിവേഴ്സിറ്റി വിറ്റ്സ്. So university wits is a phrase that used to name a group of late 16th century writers, pamphleteers, okay,
who were educated at universities like Oxford and Cambridge, and they attained popularity in English literature. അങ്ങനെ വരുന്ന റൈറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറി. ഓക്കെ, the university wits include Christopher Marlowe, Robert Greene and Thomas Nash, all graduates of Cambridge. Christopher Marlowe, Robert Greene, Thomas Nash. Okay, ഇവരെല്ലാം യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. They are graduates from Cambridge University. Then John Lilly, Thomas Lodge and George Peele, they are graduated from Oxford. Another of the wits who not university trained was Thomas Kidd. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്, തോമസ് കിഡ് മാത്രമാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടാത്ത ഒരേ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന് പറഞ്ഞ ഫ്രേസ് നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു 16th century റൈറ്റേഴ്സ്, പ്ലേ റൈറ്റ്സ്, പാംഫ്ലെറ്റിയേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. They are educated or graduated from Oxford or Cambridge University and they secured a popular position in English literature. അങ്ങനെയുള്ള റൈറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തോമസ് കിഡിന് മാത്രം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടിയിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റി വിറ്റ് ആണ് തോമസ് കിഡ്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. മറ്റു യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആരൊക്കെയാണെന്നും നിങ്ങൾ ഓർക്കുക. ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ജോൺ ലിലി, തോമസ് ലോഡ്, ജോർജ് പീൽ ആൻഡ് തോമസ് കിഡ്. ഓക്കെ, അപ്പോ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് ക്രിസ്റ്റഫർ മാർലോ. അദ്ദേഹം ഒരു എലിസബത്തൻ പ്ലേ റൈറ്റും പോയറ്റും ഷേക്സ്പിയറിന് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഡ്രാമയിൽ വന്ന ഒരു വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ക്രിസ്റ്റഫർ മാർലോ. And he is famous for his dramatic blank verse. Okay, Marlowe's mighty line, that is blank verse. അത് നിങ്ങൾ ഓർത്തു വെക്കുക. And യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത് 16th century വരുന്ന റൈറ്റേഴ്സ്, പാംഫ്ലെറ്റിയേഴ്സ്, പ്ലേ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് writers. They are graduated from the universities like Oxford and Cambridge. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നീട് ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ജോർജ് പീൽ, ജോൺ ലിലി, തോമസ് ലോഡ്, തോമസ് കിഡ്. They are called as university wits. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. നെക്സ്റ്റ് മാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് ഫ്രാൻസിസ് ബേക്കൺ നോവം ഓർഗാനം. ഫ്രാൻസിസ് ബേക്കൺസ് നോവം ഓർഗാനം is a philosophical work by Bacon written in Latin, published in 1620. So Francis Bacon's Novum Organum is a philosophical work and written in Latin. Latin എഴുതിയിട്ടുള്ള published in 1620 വർക്കാണ് Novum Organum. അപ്പോ ഫ്രാൻസിസ് ബേക്കന്റെ വർക്കാണ് നോവം ഓർഗാനം. ഓക്കെ, ന്യൂ അറ്റ്ലാന്റിസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഓഫ് സ്റ്റഡീസ്, ഓഫ് ട്രൂത്ത്, ഓഫ് മാരേജ്. അപ്പൊ അതൊക്കെ ബേക്കന്റെ എസ്സേസ് ആണ്. അതുപോലെ നോവം ഓർഗാനം എന്നുള്ള ഫിലോസഫിക്കൽ വർക്ക് നിങ്ങൾ ഓർത്തു വെക്കുക. ഫ്രാൻസിസ് ബേക്കൻസ് ഫിലോസഫിക്കൽ വർക്ക് നോവം ഓർഗാനം, written in Latin and published in 1620. The title is a reference to Aristotle's work Organon, which was his treatise on logic and syllogism. നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. The title is a reference to Aristotle's work Organon, which was his treatise on logic and syllogism. Okay, അപ്പോ ഫ്രാൻസിസ് ബേക്കൺ നോവം ഓർഗാനം, a philosophical work written in Latin and published in 1620. Okay, next നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് തോമസ് ഹോബ്സ് ലെവിയത്താൻ. Leviathan, or the matter, form and power of a commonwealth, ecclesiastical and civil, commonly referred to as Leviathan, is a book written by Thomas Hobbes and published in 1651. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ഫുൾ ടൈറ്റിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ലെവിയത്താൻ അല്ലെങ്കിൽ അതിന്റെ സബ് ടൈറ്റിൽ ആണ്
the matter, form and power of a commonwealth, ecclesiastical and civil. Okay, that is the subtitle of Leviathan by Thomas Hobbes, published in 1651. ഇത്രയും important ആയിട്ടുള്ള facts ആണ്. Okay, Francis Bacon, Novum Organum, it is a philosophical work and written in Latin, published in 1620. Okay, Thomas Hobbes, Leviathan, or the matter, form and power of a commonwealth, ecclesiastical and civil, and it was written in or published in 1651. Okay, that is Leviathan by Thomas Hobbes. അതുപോലെ തന്നെ Novum Organum by Francis Bacon, Christopher Marlowe, University Wits. അതുപോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫിലിപ്പ് സിഡ്നി, ദ ഡിഫൻസ് ഓഫ് പോയസി. ഈ രീതിയിലാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ അതായിരുന്നു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is generally considered as the first tragedy in English. So which is the first tragedy in English? The options are Gorboduc, Spanish tragedy, Ralph Royster Cloister, 12th Night. So you have to identify which among the following is considered as the first tragedy in English. Can you answer this question? Yes, the answer is Gorboduc. Gorboduc is the first tragedy in English. Okay. The correct answer is option A, Gorboduc. Gorboduc, play by Thomas Norton and Thomas Sackville, that takes as its subject Gorboduc as a mythical king of ancient Britain. First performed in 1561. It is the earliest English tragic play in blank verse. വളരെ important ആണ്. തോമസ് നോർട്ടനും തോമസ് സാക്വില്ലും എഴുതിയ പ്ലേ ആണ് ഗോർബഡക്. ഓക്കെ, ഗോർബഡക് എന്നുള്ള മിത്തിക്കൽ കിങ് ഓഫ് ഏൻഷ്യന്റ് ബ്രിട്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1561 and it is the earliest English tragic play written in blank verse. Blank verse il എഴുതിയിട്ടുള്ള ഫസ്റ്റ് ട്രാജിക് പ്ലേ ആണ് ഗോർബഡക്. അപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഏതാണ് എന്ന് ചോദിച്ചാൽ the answer is Gorboduc, and it was performed in 1561 and the play was written by Thomas Norton and Thomas Sackville. Okay, Norton and Sackville's play is derived from Geoffrey of Monmouth's Historia Regum Britanniae. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. Norton and Sackville's play is derived from Geoffrey of Monmouth's Historia Regum Britanniae, one of the first English tragedies to take Senecan tragedy as its model. Senecan tragedy രൂപത്തില് എടുത്ത ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ആണ് Gorboduc. So Norton and Sackville's play is derived from Geoffrey of Monmouth's Historia Regum Britanniae, one of the first English tragedies to take Senecan tragedy as its model. That is Gorboduc. Gorboduc was first performed at the Christmas celebration given by Inner Temple in 1561 and performed at Whitehall. Gorboduc premiered before Queen Elizabeth I on January 18, 1561 by Gentlemen of the Inner Temple. It was published in 1565 with printing errors and in better form in 1570 as the Tragedy of Ferex and Porrex. Very, very important. Gorboducന്റെ മറ്റൊരു പേരാണ് ഫെറക്സ് ആൻഡ് പോറക്സ്. ഓക്കെ, ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന്റെ മുൻപില് 1561 പെർഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് Gorboduc. അപ്പൊ Gorboducന്റെ മറ്റൊരു പേരാണ് ദ ട്രാജഡി ഓഫ് ഫെറക്സ് ആൻഡ് പോറക്സ്. ഫെറക്സ് ആൻഡ് പോറക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വർക്കാണ്? Gorboduc, the first English tragedy based on Senecan model. ഓക്കെ, പിന്നീട് ഇത് 1565 പ്രിന്റിംഗ് എറേഴ്സ് ഒക്കെ ഉള്ളത് കാരണം
1570-ലാണ് ബെറ്റർ ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നത്. And it included the title The Tragedy of Ferex and Poppets. Okay, so Gorboduc is the first tragedy in English based on Senecan model. Okay, and it was performed in 1561 before Queen Elizabeth I on January 18. Okay, എവിടെ വെച്ചിട്ടാണ് performed at Whitehall. Gentleman of Inner Temple ആണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ ഓർത്തു വെക്കുക. ഗോർബഡക് ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി. അതിന്റെ മറ്റൊരു പേരാണ് ഫെറക്സ് ആൻഡ് പോറക്സ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ തോമസ് നോർട്ടൺ ആൻഡ് സാക്വിൽ. ഓക്കെ, അത് ഓർത്തു വെക്കുക. അതുപോലെ റോയിസ്റ്റർ ക്ലോയിസ്റ്റർ നിങ്ങൾ ഓപ്ഷനിൽ കണ്ടു, അത് ഫസ്റ്റ് കോമഡി ആണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് കോമഡി ആണ് റാൽഫ് റോയിസ്റ്റർ ക്ലോയിസ്റ്റർ. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലോട്ട്സ് ഓഫ് several Shakespearean plays were taken from dash. The plots of several Shakespearean plays were taken from dash. The options are option A, Anglo-Saxon Chronicles, option B, Holinshed's Chronicles, option C, Greek tragedies, option D, Geoffrey Chaucer's poems. So question is, the plots of several Shakespearean plays were taken from dash. Options are Anglo-Saxon Chronicles, Holinshed's Chronicles, Greek tragedies, Geoffrey Chaucer's poems. So can you answer these questions? Can you answer this question? The plots of several Shakespearean plays were taken from? Yes. The answer is option B, Holinshed's Chronicles. Holinshed's Chronicles. That is the answer. So the plots of several Shakespearean plays were taken from Holinshed's Chronicle. Okay. Holinshed's Chronicles, published in 1577. The Chronicles is a collaborative work written by Raphael Holinshed and others. So, the most plot of Shakespearean plays were taken from Holinshed's Chronicles, and Holinshed's Chronicles published in 1577. The Chronicles is a collaborative work written by Raphael Holinshed and others. The volume includes histories of England, Scotland, and Ireland from the earliest time of inhabitation to the mid-16th century. Okay, so Holinshed's Chronicles published in 1577, and the Chronicles is a collaborative work written by Raphael Holinshed and others. And this volume include histories of England, Scotland, and Ireland from the earliest time of inhabitation to the mid-16th century. Okay, അപ്പോൾ ഇത്രയും ഫാക്ട്സ്, ഇത്രയും സ്പാനിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹോളിൻഷെഡ് ക്രോണിക്കൽസിലൂടെ മനസ്സിലാക്കും. ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലൻഡിന്റെയും അയർലൻഡിന്റെയും. Okay, so Holinshed's Chronicle, published in 1577. It was a collaborative work written by Raphael Holinshed and others. So this volume includes the history of England, Scotland, and Ireland from the earliest time period of inhabitation to the mid-16th century. Okay, so the plots of several plays by Shakespeare adopted or taken from Holinshed's Chronicle. Important. Okay, the Chronicles served as Shakespeare's source for nearly all his history plays. അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെ പ്ലോട്ട്സ്
അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രോണിക്കിൾസ് ഈ ഒരു ഹോളിൻഷെഡ് ക്രോണിക്കിളിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ ഹിസ്റ്ററീസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട്സ് ഒക്കെ എടുത്തിരിക്കുന്നത് ഹോളിൻഷെഡ് ക്രോണിക്കിളിൽ നിന്നാണ്. ആൻഡ് ദ പ്ലോട്ട് ഓഫ് മാക്ബത്ത്, കിങ് ലിയർ ആൻഡ് സിംബലിൻ ഓൾസോ കെയിം ഫ്രം ദ ക്രോണിക്കിൾസ്. അപ്പോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഷേക്സ്പിയർസ് the plots of several Shakespearean plays were taken from dash. The answer is Holinshed's Chronicles. Holinshed's Chronicle published in 1577. Okay. And Holinshed's Chronicles is a collaborative work written by Raphael Holinshed and others. And this volume includes the history of England, Scotland and Ireland from the earliest time or period of inhabitation to the mid-16th century. Okay. And the chronicle served as Shakespeare's source of most of his historical plays. ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമുക്കറിയാം. ഓക്കെ, ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമ്മൾക്ക് അറിയാവുന്നതാണ്. പല ഹിസ്റ്റോറിക്കൽ പ്ലേസിനും സോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഹോളിൻഷെഡ് ക്രോണിക്കിൾ ആണ്. അതുപോലെ the plot of Macbeth, King Lear and Cymbeline also adopted from Holinshed's Chronicles. Okay, important. So the Chronicles served as Shakespeare's source for all of his historical plays, and the plot of Macbeth, King Lear and Cymbeline also came from Holinshed's Chronicle. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അത് പബ്ലിഷ് ചെയ്തത് 1577 കൊളാബറേറ്റീവ് വർക്ക് ആണ്, റിട്ടൺ ബൈ റാഫേൽ ഹോളിൻഷെഡ് ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ് ആണ് ഷേക്സ്പിയറിന്റെ കൂടുതൽ ഷേക്സ്പിയറിയൻ പ്ലേസിന്റെ വർക്ക്സ്, അത് പ്ലേസ് കൂടുതൽ പ്ലോട്ട്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോളിൻഷെഡ്സ് ക്രോണിക്കിളിൽ നിന്നാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷേക്സ്പിയറിയൻ സോണറ്റ് has the rhyme scheme dash. The Shakespearean sonnet has the rhyme scheme dash. Option A, ABBA, ABBA, CDC, CDC. Option B, ABBA, BCCB, DEF, DEF. Option C, ABBA, CDE, CDE, FEF, GG. Then option D, none of these. So, which among these options is the right rhyming scheme of Shakespearean sonnet? ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ ആൻസർ? Yes, the answer is none of these. ഈ കൊടുത്തിരിക്കുന്ന റൈം സ്കീം ഒന്നും തന്നെ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെതല്ല. ഓക്കെ, സോ ദ ഷേക്സ്പിയറിയൻ സോണറ്റ് ഹാസ് ദ റൈമിംഗ് സ്കീം ഡാഷ്. നമുക്ക് നോക്കാം. സോ ഹിയർ ദ ആൻസർ ഇസ് നൺ ഓഫ് ദീസ്. കൊടുത്ത ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈമിംഗ് സ്കീം നമുക്ക് കാണാൻ സാധിക്കില്ല. ഷേക്സ്പിയർസ് സോണറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 14 ലൈൻസ്. നമുക്കറിയാം സോണറ്റ് എന്ന് പറഞ്ഞാലേ 14 ലൈൻഡ് പോംസ് ആണ് സോണറ്റ്. ഓക്കെ, 14th സെഞ്ചുറി ഇറ്റാലിയൻ റൈറ്റർ ആയിട്ടുള്ള പെട്രാർക്ക്, അദ്ദേഹമാണ് ഈ ഒരു ജാൻറ് വളരെ പോപ്പുലറൈസ് ആക്കിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ സോണറ്റ്സ് ആണ് പെട്രാർക്കൻ സോണറ്റ്സ്. നമുക്കറിയാം രണ്ട് തരം സോണറ്റ്സ്, രണ്ടല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്രാർക്കൻ സോണറ്റ്സും ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ചും നമുക്കറിയാം. അതുപോലെ സ്പെൻസേറിയൻ സോണറ്റ്സ് ഉണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് വ്യക്തമായി ധാരണയുള്ളതാണ്. ഇപ്പൊ സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 ലൈൻഡ് പോംസ് ആണ് സോണറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു പേരിൽ പറയാം ഇംഗ്ലീഷ് സോണറ്റ്. പെട്രാർക്ക് ആണ് ഈ ഒരു ഫോം പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റാലിയൻ റൈറ്റർ ആണ് പെട്രാർക്ക്. അപ്പോ പെട്രാർക്കൻ സോണറ്റ്സിന് മറ്റൊരു പേര് നമുക്ക് പറയാം ഇറ്റാലിയൻ സോണറ്റ്സ്. ഓക്കെ, അപ്പോ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഓർ ഇംഗ്ലീഷ് സോണറ്റ്സ്, പെട്രാർക്കൻ സോണറ്റ്സ് ഓർ ഇറ്റാലിയൻ സോണറ്റ്സ്.
Okay. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്താണ്? അതാണ് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ സോണറ്റ് എന്ന് പറയുന്നത് ഒരു 14 ലൈൻഡ് പോം ആണ്. ആൻഡ് ഷേക്സ്പിയറിയൻ സോണറ്റ് is mostly divided into 3 quatrains and a final concluding couplet. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റിൽ നമുക്ക് കാണാം 3 quatrains ഉണ്ട്, ഒരു കൺക്ലൂഡിംഗ് കപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു റൈമിംഗ് കപ്ലെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റിൽ കാണാൻ സാധിക്കുന്നത് 3 quatrains and a final concluding rhyming couplet, and that rhymes A B A B, C D C D, E F E F, G G. So the rhyming scheme of Shakespearean sonnet is A B A B, C D C D, E F E F, G G. പറഞ്ഞു ഒരു ഫൈനൽ കൺക്ലൂഡിംഗ് കപ്ലെറ്റ്, റൈമിംഗ് കപ്ലെറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം ക്വാട്രെയിൻസ് ആണ്, ഒരു കൺക്ലൂഡിംഗ് റൈമിംഗ് കപ്ലെറ്റ് ഉണ്ട്, ബാക്കി 3 ക്വാട്രെയിൻസ്. ഓക്കെ, 4 ലൈൻഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ക്വാട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ 3 quatrains and 1 concluding couplet that can be seen in Shakespearean sonnet. Okay, so Shakespeare's sonnets are composed of 14 lined poems and most are divided into 3 quatrains and a final concluding couplet rhyming A B A B, C D C D, E F E F, G G. This sonnet form and rhyming scheme is known as English sonnet. This sonnet form and rhyming scheme is known as English sonnet. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് സോണറ്റ്. Okay, so Shakespeare's sonnets are composed of 14 lines and most are divided into 3 quatrains and a final concluding couplet rhyming A B A B, C D C D, E F E F, G G. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈമിംഗ് സ്കീം വളരെ ഇമ്പോർട്ടന്റ് ആണ്. A B A B, C D C D, E F E F, G G. ഒരു 3 ക്വാട്രെയിൻസും 1 റൈമിംഗ് കപ്ലെറ്റും കൺക്ലൂഡിംഗ് കപ്ലെറ്റും ആണ് അതിന്റെ ഫോം. ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ ഫോം എന്ന് പറയുന്നത്. ഷേക്സ്പിയറിയൻ സോണറ്റ് ക്യാൻ ഓൾസോ ബി നോൺ ആസ് ഇംഗ്ലീഷ് സോണറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Then next question, the term metaphysical was coined by Dash to describe 17th century English poets like John Donne. So the term metaphysical was coined by Dash to describe 17th century English poets like John Donne. The options are A. Dr. Samuel Johnson, B. Alexander Pope, C. John Dryden, D. Francis Bacon. So the term metaphysical was coined by Dash to describe 17th century English poets like John Donne. അപ്പോൾ മെറ്റാഫിസിക്കൽ എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്യുന്നത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഡോക്ടർ സാമുവൽ ജോൺസൺ, അലക്സാണ്ടർ പോപ്പ്, ജോൺ ഡ്രൈഡൻ, ഫ്രാൻസിസ് ബേക്കൺ. So can you answer this question? Yes, the answer is Dr. Samuel Johnson. So Dr. Samuel Johnson or Dr. Johnson coined the term metaphysical to describe the 17th century loose group of poets like John Donne, Andrew Marvell, Abraham Cowley, okay, Herbert, George Herbert, Henry Vaughan. Okay, അപ്പോൾ ഈ ഒരു 17th century group of writersനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ജോൺസൺ അല്ലെങ്കിൽ ഡോക്ടർ സാമുവൽ ജോൺസൺ കോയിൻ ചെയ്ത ടേം ആണ് മെറ്റാഫിസിക്കൽ. Okay, so the term metaphysical was coined by Dash to describe 17th century English poets like John Donne. The answer is Dr. Samuel Johnson. Okay, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. So the term metaphysical was coined by Dr. Samuel Johnson to describe the 17th century group of poets including John Donne.
The term metaphysical poets was coined by the critic Samuel Johnson to describe a loose group of 17th century English poets whose works was characterized by the inventive use of conceits and by a greater emphasis on the spoken rather than lyrical quality of their verses in his work. In his work, Lives of Most Eminent English Poets, 1779 to 81. So, the metaphysical poet എന്നുള്ള term coin ചെയ്യുന്നത് Dr. Samuel Johnson ആണ് to describe a loose group of 17th century English poets who featured the characteristics of the usage of conceits, okay, and greater emphasis on lyrical quality of their verses rather than that of spoken. Okay, sorry, emphasis on spoken rather than that of lyrical quality of their verses. അവരുടെ lyrical qualityയെക്കാളും ആ spoken qualityയിൽ importance കൊടുത്ത് conceits നിങ്ങൾക്കറിയാം എന്താണ് വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സും പാരഡോക്സസും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എന്താ ആ ഒരു ഫാർഫെച്ച്ഡ് ഇമേജസിനെയാണ് നമ്മൾ കൺസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസീറ്റ്സിന്റെ യൂസേജ് ആണ് ഇവരുടെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് ആര് നോട്ടീസ് ചെയ്തത്? ഡോക്ടർ സാമുവൽ ജോൺസൺ. Okay, so Dr. Samuel Johnson coined the term metaphysical to describe the 17th century loose group of poets who were characterized by the usage of conceits. Okay, and ഈ ഒരു coinage അദ്ദേഹം നടത്തുന്നത് ഡോക്ടർ സാമുവൽ ജോൺസന്റെ ക്രിട്ടിക്കൽ വർക്ക് ആയിട്ടുള്ള ലൈവ്സ് ഓഫ് മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്, ലൈവ്സ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ് അല്ലെങ്കിൽ ലൈവ്സ് ഓഫ് എമിനന്റ് മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്നുള്ള 1779 to 81 അദ്ദേഹത്തിന്റെ വർക്കിലാണ് ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസ്, ഈ ഒരു കോയിനേജ് ഡോക്ടർ സാമുവൽ ജോൺസൺ നടത്തുന്നത്. Okay, so the term metaphysical poets was coined by the critic Samuel Johnson to describe a loose group of 17th century English poets who were characterized by the usage of conceits and by giving a greater emphasis on spoken form rather than of their lyrical quality of verses. Okay, and he used this term or coined this term in his work Lives of Most Eminent English Poets 1779 to 81. അതിനകത്ത് ലൈവ്സ് ഓഫ് എബ്രഹാം കവ്ലി എന്നുള്ള ചാപ്റ്ററിലാണ് അദ്ദേഹം ഈ ഒരു കോയിനേജ് മെയിൻ ആയിട്ട് മെറ്റാഫിസിക്കൽ എന്നുള്ള കോയിനേജ് ഡോക്ടർ സാമുവൽ ജോൺസൺ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Then the term metaphysical was first used by John Dryden. The phrase Dryden used to describe John Donne as he affects the metaphysics in his work Discourse Concerning Satire in 1693. അപ്പോൾ 1693 ജോൺ ഡ്രൈഡൻ ഈ ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1701 ടൈമിലാണ് ഈ ഒരു ഡോക്ടർ ജോൺസണ് ഈ മെറ്റാഫിസിക്കൽ എന്നുള്ള ആ ഒരു ടേം ലൈഫ്സ് ഓഫ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സിനകത്ത് ആ ഒരു യൂസേജ് 17 ശേഷമാണ് വരുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാ കോയിൻ ചെയ്യുന്നത്, കൺഫ്യൂഷൻ വരും. പക്ഷെ ഓർക്കുക, കോയിൻ ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെറ്റാഫിസിക്സ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. മെറ്റാഫിസിക്കൽ എന്നുള്ള ടേമിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് ജോൺ ഡൺ ആണ്. ഓക്കെ, ഇത് മൂന്നും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. പക്ഷെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർക്കുക, മെറ്റാഫിസിക്കൽ എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ. ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, മെറ്റാഫിസിക്സ് എന്നുള്ള ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ജോൺ ഡ്രൈഡൻ. മെറ്റാഫിസിക്കൽ എന്നുള്ള ആ ഒരു സ്കൂൾ ഓഫ് പോയട്രി, ആ ഒരു ടേമിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് ജോൺ ഡൺ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് ഓർക്കുക. So the term metaphysical was first used by John Dryden. The phrase Dryden used to describe John Donne as he affects the metaphysics. He affects the metaphysics എന്ന് ജോൺ ഡ്രൈഡൻ ജോൺ ഡണ്ണിനെ വിശേഷിപ്പിച്ചതാണ്. അങ്ങനെയാണ് 1693
ജോൺ ഡ്രൈഡൻ ആദ്യമായിട്ട് ഡിസ്കോഴ്സ് കൺസേണിംഗ് സറ്റയർ എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കിൽ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. So the term metaphysics was first used by John Dryden in 1693 in his work Discourse Concerning Satire. And he used this phrase to describe John Donne as he affects the metaphysics. So the term metaphysical was first used by John Dryden. The phrase Dryden used to describe John Donne, he affects the metaphysics, in his work Discourse Concerning Satire in 1693. Okay. The name metaphysical is applied to a group of 17th century poets directly influenced by John Donne, employs similar poetic procedures and imagery. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 17th century ലൂസ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിനെയാണ് അദ്ദേഹം ഡോക്ടർ സാമുവൽ ജോൺസൺ മെറ്റാഫിസിക്കൽ എന്നുള്ള ആ ടേം ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. സോ ദ നെയിം metaphysical is applied to a group of 17th century poets directly influenced by Donne, employs similar poetic procedures and imagery, especially the usage of conceits. ആ ഒരു കൺസീറ്റിന്റെ യൂസേജ് ഫാർ-ഫെച്ച്ഡ് ഇമേജസ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സും അല്ലെ പാരഡോക്സസും ആ ഒരു ഇലാബറേറ്റീവ് സ്റ്റൈൽ ഓഫ് യൂസേജിനെയാണ് നമ്മൾ കൺസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തരത്തിലുള്ള കൺസീറ്റ്സിന്റെ യൂസേജിൽ പോപ്പുലർ ആയിട്ടുള്ള 17th century റൈറ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഡോക്ടർ സാമുവൽ ജോൺസൺ കോൾ ചെയ്ത ആ ഒരു ടേം ആണ് മെറ്റാഫിസിക്കൽ. സോ ദ ചീഫ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആർ ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോൺ, തോമസ് കാരിയു, എബ്രഹാം കവ്ലി, ആൻഡ്രൂ മാർവൽ ആൻഡ് ജോൺ ഡൺ. ജോൺ ഡണ്ണിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് വന്ന മറ്റു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോൺ, തോമസ് കാരിയു, എബ്രഹാം കവ്ലി ആൻഡ് ആൻഡ്രൂ മാർവൽ. Okay, so the name metaphysical is applied to a group of 17th century poets directly influenced by John Donne, employs similar poetic procedures and imagery, especially the 17th century group of poets who used or characterized by the usage of conceits, and they given more emphasis to spoken form rather than that of the lyrical quality of their poems. Okay, so the name metaphysical is applied to a group of 17th century poets who were directly influenced by John Donne. The chief metaphysical poets include George Herbert, Richard Crashaw, Henry Vaughan, Thomas Carew, എബ്രഹാം കവ്ലി ആൻഡ് ആൻഡ്രൂ മാർവൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ലോങ് ലിസ്റ്റ് തന്നിട്ട് ഇതിനകത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അല്ലാത്ത റൈറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് തരും. അല്ലെങ്കിൽ ഇതിനകത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിന്റെ ഓർഡർ ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കി കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റാഫിസിക്കൽ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. മെറ്റാഫിസിക്കൽ എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഈ ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് 1693 ഡിസ്കോഴ്സ് കൺസേണിംഗ് സറ്റയർ എന്നുള്ള വർക്കില് ജോൺ ഡ്രൈഡൻ ആണ്. ആൻഡ് ഹി യൂസ്ഡ് ദ ടേം മെറ്റാഫിസിക്സ് ടു ഡിസ്ക്രൈബ് ജോൺ ഡൺ. ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ്. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. Who called John Donne in his work that he affects the metaphysics? That is John Dryden. And who popularized metaphysics? That is, or metaphysical poetry? That is John Donne. Okay. അപ്പോൾ കോയിൻ ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ. അദ്ദേഹത്തിന്റെ ലൈഫ്സ് ഓഫ് മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്നുള്ള വർക്കിലെ എബ്രഹാം കവ്ലിയുടെ ചാപ്റ്ററിലാണ് അദ്ദേഹം ഈ ഒരു കോയിനേജ് നടത്തുന്നത്. പിന്നീട് ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. 1693 അദ്ദേഹത്തിന്റെ ഡിസ്കോഴ്സ് കൺസേണിംഗ് സറ്റയർ എന്നുള്ള വർക്കില് ജോൺ ഡണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നുള്ള പേരിൽ ജോൺ ഡണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ജോൺ ഡ്രൈഡൻ ആദ്യമായിട്ട് ഈ ടേം യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയെ പോപ്പുലറൈസ് ചെയ്യുന്നത് ജോൺ ഡൺ ആണ്.
ജോൺ ഡണ്ണിലെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള 17th century റൈറ്റേഴ്സ്, ചീഫ് മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോൺ, തോമസ് കാരിയു, എബ്രഹാം കവലി ആൻഡ് ആൻഡ്രൂ മാർവൽ. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Paradise Lost is structured as dash. Paradise Lost is structured as dash. Option A 6 books, option B 10 books, option C 8 books, option D 7 books. അപ്പോൾ എത്ര ബുക്കിലാണ് പാരഡൈസ് ലോസ്റ്റ് എഴുതപ്പെട്ടിട്ടുള്ളത്? Options are 6 books, 10 books, 8 books, 7 books. Can you answer this? Yes, the answer is 10 books. So Paradise Lost is structured as 10 books. 10 book ആയിട്ടാണ് പാരഡൈസ് ലോസ്റ്റിനെ ഒറിജിനലി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാരഡൈസ് ലോസ്റ്റ് ഈസ് സ്ട്രക്ചേർഡ് ആസ് 10 ബുക്സ്. ഇനിഷ്യലി ആണ് കേട്ടോ, ഒറിജിനലി ആണ്. അത് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റാം. ഓക്കെ, നോക്കാം. സോ Paradise Lost is structured in 10 books. Paradise Lost, an epic poem in blank verse. നമുക്കറിയാം ജോൺ മിൽട്ടന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എപ്പിക് പോം ആണ് പാരഡൈസ് ലോസ്റ്റ്, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ഒറിജിനലി ഇഷ്യൂഡ് ഇൻ 10 books in 1667. 1667 ഒറിജിനലി ഇത് 10 ബുക്സ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, and published in 12 book form in the second edition of 1674. 1674 second edition ഇത് 12 books ആയിട്ട് പബ്ലിഷ് ചെയ്യും. One of the greatest poems in English language, and it tells the biblical story of the fall from grace of Adam and Eve and reveals the theme of fall of the man. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So Paradise Lost is structured in 10 books. Paradise Lost structure ചെയ്തിരിക്കുന്നത് 10 book ഫോമിലാണ്. Paradise Lost is an epic poem in blank verse, originally issued in 10 books in 1667 and published in 12 books in the second edition of 1674, and one of the greatest poems of English language, and it tells the biblical story of the fall from grace or paradise of Adam and Eve. Adam and Eve ന്റെ പാരഡൈസിൽ നിന്നുള്ള ആ ഒരു എവിക്ഷൻ ആണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് this epic poem reveals the theme of fall of the man. Okay, ഇത് ബിഗിൻ ചെയ്യുന്നത് of man's first disobedience എന്നുള്ള പേരിലാണ്. To justify the man's disobedience. അതിനു വേണ്ടിയിട്ടാണ് പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള ഈ ഒരു ബുക്ക്. ഓക്കെ, സോ ജോൺ മിൽട്ടന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിക് പോം ആണ് പാരഡൈസ് ലോസ്റ്റ്, റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് and issued in 10 books in 1667, and it is published in 12 book form in 1674. Second edition 1674 12 book form publish ചെയ്യുന്നു. Greatest poem ആണ് English language and it tells the biblical story of Adam and Eve, the eviction or fall from paradise of Adam and Eve, and this poem reveals the theme of fall of the man. Okay, അപ്പോ ഇത്രയും വ്യക്തമായിട്ട് ഓർക്കുക. അപ്പോ പാരഡൈസ് ലോസ്റ്റ് ഈ സ്ട്രക്ചേർഡ് ഇൻ 10 ബുക്സ്. അത് 1667 പബ്ലിഷ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെ. പാരഡൈസ് ലോസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1667. അപ്പൊ അത് 10 ബുക്ക് ഫോമിലാണ്. പിന്നീട് 1674 സെക്കൻഡ് എഡിഷനിൽ 12 ബുക്സ് ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ബിബ്ലിക്കൽ സ്റ്റോറിയാണ് പറയുന്നത്. fall of Adam and Eve from paradise. അതാണ് it reveals the theme of fall of the man. Okay, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. Next question. A short view of the profanity and licentiousness of the English stage by Jeremy Collier was published in dash. A short view of the profanity and licentiousness of the English stage by Jeremy Collier was published in dash. Option A 1642, option B 1698, option C 1660, option D 1650.
So a short view of the profanity and licentiousness of the English stage by Jeremy Collier was published in dash. The answer is 1698. So a short view of the profanity and licentiousness of the English stage by Jeremy Collier was published in 1698. Okay. അപ്പോൾ 1698-ലാണ് ജെർമി കോളിയറിന്റെ എ ഷോർട്ട് വ്യൂ ഓഫ് ദ പ്രൊഫൈനിറ്റി ആൻഡ് ലൈസൻഷ്യസ്നെസ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റേജ് അല്ലെങ്കിൽ എ ഷോർട്ട് വ്യൂ ഓഫ് ദ ഇമ്മൊറാലിറ്റി ആൻഡ് പ്രൊഫൈൻനെസ് ഓഫ് ദ ഇംഗ്ലീഷ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 1698. ഓക്കെ, സോ ഇൻ മാർച്ച് 1698 Jeremy Collier published his anti-theatrical pamphlet, that is a short view of the immorality and profaneness of the English stage, and in the pamphlet Collier attacks a number of playwrights. London സ്റ്റേജിനെയും ആ ഒരു തിയേറ്ററിക്കൽ പെർഫോമൻസിനെയും ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്തിരിക്കുകയാണ് ജെർമി കോളിയർ. So in this pamphlet, a short view of immorality and profaneness of the English stage, in this pamphlet, Collier attacks a number of playwrights including William Wycherley, John Dryden, William Congreve, John Vanbrugh, and Thomas D. Orphy. Okay, so in this pamphlet, a short view of the immorality and profaneness of English stage, Collier attacks a number of playwrights including William Wycherley, John Dryden, William Congreve, John Vanbrugh, and Thomas Durfee. Okay, അപ്പോൾ ഇത്രയും പ്ലേറൈറ്റ്സിനെ ഈ ഒരു ഷോർട്ട് വ്യൂ ഓഫ് ഇമ്മൊറാലിറ്റി ആൻഡ് പ്രൊഫൈൻനെസ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റേജ് എന്നുള്ള ജെർമി കോളിയറിന്റെ 1698-ലുള്ള ആ ഒരു വർക്കിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻ മാർച്ച് 1698 Jeremy Collier published his anti-theatrical pamphlet, a short view of the immorality and profaneness of the English stage, and this pamphlet Collier attacks a number of playwrights, William Wycherley, John Dryden, William Congreve, John Vanbrugh, and Thomas Durfee. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. A short view of profaneness and licentiousness of English stage, or a short view of immorality and profaneness of the English stage by Jeremy Collier was published in 1698, and in this anti-theatrical pamphlet Collier attacks a number of playwrights including William Wycherley, John Dryden, William Congreve, John Vanbrugh, and Thomas Durfee. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ ഒരു വർക്കിൽ ഏതൊക്കെ റൈറ്റേഴ്സിനെ ആണ് ക്രിട്ടിസൈസ് ചെയ്യാത്തത് അല്ലെ അറ്റാക്ക് ചെയ്യാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പ്ലേ റൈറ്റ്സിന്റെ പേരും ഓർത്തു വെക്കുക. ഓക്കെ, വില്യം വൈഷർലി, ജോൺ ഡ്രൈഡൻ, വില്യം കോൺഗ്രീവ്, ജോൺ വാൻബ്രോ ആൻഡ് തോമസ് ഡർഫി. So these playwrights were attacked in a short view of immorality and profaneness of the English stage by Jeremy Collier, published in 1698. ലണ്ടൻ സ്റ്റേജിനെയും തിയേറ്ററിക്കൽ പെർഫോമൻസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കില് ജെർമി കോളിയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കൺട്രി വൈഫ് ഈസ് എ പ്ലേ ബൈ ഡാഷ്. ദ കൺട്രി വൈഫ് ഈസ് എ പ്ലേ ബൈ ഡാഷ്. ദ ഓപ്ഷൻസ് ആർ J.B. Sheridan, John Dryden, William Wycherley, Alexander Pope. So the country wife is a play by dash. This is the question. So the options are J.B. Sheridan, John Dryden, William Wycherley, Alexander Pope. Can you answer this question? The country wife is a play by? Yes, the answer is William Wycherley. William Wycherley wrote the play The Country Wife. Okay, so The Country Wife is a play by William Wycherley. It is a comedy of manners in 5 acts by Restoration dramatist William Wycherley, performed and published in 1675. So Country Wife
is a play by William Wycherley. It is a play of comedy of manners. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു comedy of manners എന്താണ്. ഓക്കെ, ആ ഒരു സൊസൈറ്റിയിലെ ആറ്റിറ്റ്യൂഡ്സും ഫോയിബിൾസും ഹ്യൂമൻ ഫോയിബിൾസും pretensions ഒക്കെ മോക്ക് ചെയ്യുന്ന സറ്റേറിക്കൽ ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോൺറ ആണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സൊസൈറ്റൽ കോമഡീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ക്ലാസിന്റെ ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ പ്രിട്ടൻഷൻസും ഫോയിബിൾസും ഒക്കെ ഫോക്കസ് ചെയ്ത് ഉള്ള തരത്തിൽ സറ്റേറിക്കൽ ആയിട്ട് ആ ഒരു ക്ലാസ് സൊസൈറ്റിയുടെ സോഷ്യൽ ക്ലാസിനെയും സ്റ്റാൻഡേർഡ്സിനെയും ഒക്കെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോ ദ കൺട്രി വൈഫ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമഡി ഓഫ് മാനേഴ്സ് ടൈപ്പ് ഓഫ് play. So the comedy of manners type of play is the country wife, and it is in 5 acts by Restoration dramatist William Wycherley, performed and published in 1675. 1675 ലാണ് ഇത് പെർഫോം ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, who wrote the play The Country Wife? So the play Country Wife was written by the Restoration dramatist William Wycherley, and The Country Wife is a comedy of manners type of play in 5 acts, and it was performed and published in 1675. Okay. Next question, match the following. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. Match the following. So the Spanish tragedy, John Webster. Every Man in His Humours, staple of English tragedy. Duchess of Malfi, Ben Jonson. Blank verse introduced revenge motive. So ഇത് match the following ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇതില് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ദ സ്പാനിഷ് ട്രാജഡി ഇൻട്രൊഡ്യൂസ്ഡ് റിവെഞ്ച് മോട്ടീവ്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമേഴ്സ്, ബെൻ ജോൺസൺ. ഡച്ചസ് ഓഫ് മാൽഫി, ജോൺ വെബ്സ്റ്റർ. ബ്ലാങ്ക് വേഴ്സ്, സ്റ്റേപ്പിൾ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി. ഇതാണ് അതിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്നത്. ദ സ്പാനിഷ് ട്രാജഡി ഇൻട്രൊഡ്യൂസ്ഡ് റിവെഞ്ച് മോട്ടീവ്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമേഴ്സ്, Ben Jonson. Duchess of Malfi, John Webster. Blank verse, staple of English tragedy. Okay, ഇതിനകത്ത് സ്പാനിഷ് ട്രാജഡി ഇൻട്രൊഡ്യൂസ്ഡ് റിവെഞ്ച് മോട്ടീവ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബാക്കി മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ളത് ജോൺ വെബ്സ്റ്ററിൻ്റെതാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദ സ്പാനിഷ് ട്രാജഡി ഇൻട്രൊഡ്യൂസ്ഡ് റിവെഞ്ച് മോട്ടീവ്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമേഴ്സ് ഈസ് എ വർക്ക് ബൈ ബെൻ ജോൺസൺ. ഡച്ചസ് ഓഫ് മാൽഫി, ജോൺ വെബ്സ്റ്റർ. ബ്ലാങ്ക് വേഴ്സ്, സ്റ്റേപ്പിൾ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി. ഓക്കെ, so the correct answer is D. The Spanish tragedy introduced revenge motive. അപ്പോ സ്പാനിഷ് ട്രാജഡിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The Spanish tragedy or Hieronimo is mad again. Spanish ട്രാജഡിയുടെ സബ്ടൈറ്റിൽ ആണ് Hieronimo is mad again, is an Elizabethan tragedy written by Thomas Kidd between 1582 and 1592. The Spanish tragedy established a new genre in English theatre, that is the revenge play or revenge tragedy. Okay, so that Spanish tragedy introduced a revenge motive. Spanish tragedy or Hieronimo is mad again is an Elizabethan tragedy written by Thomas Kidd between 1582 and 1592. 1582നും 1592നും ഇടയിൽ തോമസ് കിഡ് എഴുതിയ എലിസബത്തൻ ട്രാജഡി ആണ് സ്പാനിഷ് ട്രാജഡി. അതിന്റെ സബ് ടൈറ്റിൽ മനസ്സിലാക്കുക, ഹെയ്റോണിമോ ഈസ് മാഡ് അഗൈൻ. So Spanish tragedy established a new genre in English theatre, that is revenge play or revenge tragedy. ആ ഒരു സെനിക്കൻ മോഡൽ നമുക്ക് ഇവിടെ സ്പാനിഷ് ട്രാജഡിയിലും കാണാൻ സാധിക്കും.
അപ്പോൾ ഒരു റിവെഞ്ച് പ്ലേ അല്ലെ റിവെഞ്ച് ട്രാജഡി മോഡലിൽ എഴുതിയിട്ടുള്ള ആ തരത്തിലുള്ള ഒരു പ്ലേ ആണ് ദ സ്പാനിഷ് ട്രാജഡി. Okay, Spanish tragedy introduced revenge motive. Spanish tragedy, or the subtitle Jeronimo is Mad Again, written by Thomas Kidd between 1582 and 1592, and this play established a new genre in English theatre, that is revenge play or revenge tragedy. Okay, next question. Put the following in correct chronological order. Put the following in correct chronological order. Okay. Restoration, Paradise Lost, Pilgrim's Progress, closing down of English playhouses by Puritans. So put the following in the correct chronological order. The answer is option D. The answer is option D. Appo chronological order anusariche idine pattern cheyyuka. First, closing down of English playhouses by Puritans. Then Restoration. Then Paradise Lost. Then Pilgrim's Progress. So, ഇതാണ് ഫസ്റ്റ് വരുന്നത് chronological order. പിന്നീട് Restoration, പിന്നീട് Paradise Lost, പിന്നീട് Pilgrim's Progress. അപ്പോൾ ഇതാണ് chronological order. Okay, നമുക്ക് ആ years ഒക്കെ ഡിസ്കസ് ചെയ്യാം. So correct answer option D. 6th September 1642, closing down of English playhouses by Puritans. So on 6th September 1642, closing down of English playhouses by Puritans. Then restoration of the monarchy in England in 1660, that is restoration. Restoration of the monarchy in England in 1660. Then Paradise Lost in 1667. Pilgrim's Progress in 1678. Okay, appo idana chronological order. First, closing down of English playhouses by Puritans in the year 1642. Restoration of monarchy in England in 1660, that is restoration. Paradise Lost 1667. Pilgrim's Progress 1678. അപ്പോൾ ഇതാണ് ആ chronological order. ഇത്രയും 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇയേഴ്സും ഓർത്തു വെക്കുക. ഓക്കെ, ഓൺ 6th September 1642, ആ ഇയർ 1642 ഓർക്കുക. ക്ലോസിംഗ് ഡൗൺ ഓഫ് ഇംഗ്ലീഷ് പ്ലേ ഹൗസസ് ബൈ പ്യൂരിറ്റൻസ്. പിന്നീട് റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ഇൻ ഇംഗ്ലണ്ട് ഇൻ 1600. പാരഡൈസ് ലോസ്റ്റ് 1667. Pilgrim's Progress 1678. Okay, for closing down of English playhouses 1642, restoration 1600, then Paradise Lost 1667, Pilgrim's Progress 1678. Itre years orthu vekkuka. Then next question. The Dunciad is a mock heroic poem by dash. The Dunciad is a mock heroic poem by dash. Option A, John Dryden. Option B, John Bunyan. Option C, Oliver Cromwell. Option D, Alexander Pope. The Dunciad is a mock heroic poem by, the answer is Alexander Pope. Okay, the Dunciad എന്നുള്ള ഒളിവർ ഗോൾഡ് സ്മിത്തിന്റെ വർക്ക് നിങ്ങൾ ഓർക്കരുത്. അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ. ഹീറോയിക് പോം ആണ് ചോദിച്ചിരിക്കുന്നത്. മോക്ക് ഹീറോയിക് പോം. ദ Dunciad is by Alexander Pope. Okay, so the Dunciad is a mock heroic poem by Alexander Pope. Important aanu. The Dunciad is a mock heroic poem by Alexander Pope. Okay, the Dunciad poem by Alexander Pope first published anonymously in 3 books in 1728. Then in 1743, it appeared in its final form in 4 books. Written largely in iambic pentameter, the poem is a masterpiece of mock heroic verse. Okay, so the Dunciad is a mock heroic poem by Alexander Pope. First anonymously publish ചെയ്തത് 3 books ആയിട്ട് 1728 പിന്നീട് 1743 ഫൈനൽ ഫോമിൽ 4 ബുക്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇയാംബിക് പെൻഡാമീറ്ററിലാണ്. മാസ്റ്റർ പീസ് ഓഫ് ഹീറോയിക് മോക്ക് ഹീറോയിക് വേർഡ്സ്. So the Dunciad is a mock heroic poem
by Alexander Pope, first published anonymously in 3 books in 1728, and in 1743 it published in final form, and final form in 4 books. Okay, masterpiece of mock heroic verse, that is the Dunciad. The Dunciad ennulla mock heroic poem ആരുടേത് എന്ന് ചോദിച്ചാൽ doubt ഒന്നും വേണ്ട, Alexander Pope-ന്റേതാണ്. So the Dunciad is a mock heroic poem by Alexander Pope, first published anonymously in 1728 and in 3 books. Later in 1743 it published in final form in 4 books. Okay, iambic pentameter ആണ്, അതുപോലെ ഒരു mock heroic verse ആണെന്ന് ഓർക്കുക. The Dunciad by Alexander Pope in 1743. 1728 anonymous ആയിട്ട് പബ്ലിഷ് ചെയ്തു. ആ ഇയേഴ്സും ഒന്ന് ഓർത്തു വെക്കുക. Okay. Then Lyrical Ballads was published in dash. In which year the Lyrical Ballads published? Lyrical Ballads was published in dash. Option A 1798, option B 1793, option C 1789, option D 1814. So Lyrical Ballads was published in the year, yes, correct, 1798. So Lyrical Ballads was published in 1798. Lyrical Ballads was published in 1798. ഓർത്തു വെക്കുക, Lyrical Ballads was first published in 1798. Okay. Lyrical Ballads with a few other poems is a collection of poems by William Wordsworth and Samuel Taylor Coleridge, first published in 1798 and generally considered to have marked the beginning of English Romantic movement in literature. English literature romantic movement initiate the first work on Lyrical Ballads. So Lyrical Ballads in 1798, Lyrical Ballads with a few other poems is a collection of poems by William Wordsworth and Samuel Coleridge. Samuel Taylor Coleridge'ന്റെയും William Wordsworth'ന്റെയും collaborative ആയിട്ടുള്ള വർക്കാണ് Lyrical Ballads, first issued or published in 1798, and it considered as or marked the beginning of Romantic movement in English literature. അപ്പോൾ ഈ Lyrical Ballads എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിന്റെയും സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെയും കൂടെ കളക്റ്റീവ് ആയിട്ടുള്ള പോംസ് ആണ്. ഓക്കെ, അതിനകത്ത് Lyrical Ballads ബിഗിൻ ചെയ്യുന്നത് സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെ റൈം ഓഫ് ഏൻഷ്യന്റ് മാരിനർ എന്ന പോം വെച്ചിട്ടാണ്. അതുപോലെ ആ ഒരു കളക്ഷൻ Lyrical Balladsന്റെ കളക്ഷൻ എൻഡ് ചെയ്യുന്നത് ടിൻഡൻ ആബി എന്നുള്ള വേർഡ്സ്വർത്തിന്റെ പോയത്തിലാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. Lyrical Ballads published in 1798. It is a collection of poems by William Wordsworth and Samuel Taylor Coleridge, first published in 1798. പിന്നീട് പ്രിഫേഴ്സും അഡ്വർടൈസ്മെന്റും ഒക്കെ വെച്ച് 1801 ഒക്കെ 2 ഒക്കെ പബ്ലിഷ് 1802 ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1798 Lyrical Ballads published in 1798 എന്ന് ഓർത്തു വെക്കുക. And this marked the beginning of romantic period in English literature. Okay, begin ചെയ്യുന്നത് Ancient Mariner എന്ന റൈം ഓഫ് Ancient Mariner എന്നുള്ള കോൾറിഡ്ജിന്റെ വർക്കിലും എൻഡ് ചെയ്യുന്നത് ടിൻഡൻ ആബി എന്നുള്ള പോയത്തിലും ആണെന്ന് ഓർത്തു വെക്കുക. Okay, Lyrical Ballads 1798. Okay. Next question. The line beauty is truth, truth beauty is from dash. The line beauty is truth, truth beauty is from dash. The options are ode to a nightingale, ode on a Grecian urn, ode to the west wind, ode to autumn. So the line beauty is truth, truth beauty is taken from dash. Ode to a nightingale, ode on a Grecian urn, ode to the west wind, ode to autumn. Which is the answer? The line beauty is truth, truth beauty can be seen in or appears in which form? Yes, ode on a Grecian urn. So the line beauty is truth, truth beauty appears in ode on a Grecian urn. Okay. Ode on a Grecian urn
is a poem written by English romantic poet John Keats in May 1819, first published anonymously in the Annals of the Fine Arts. So, Ode on a Grecian Urn is a poem written by English romantic poet John Keats in May 1819, first published anonymously in the Annals of the Fine Arts. The poem is one of the great odes of 1819, which also include Ode on Indolence, Ode on Melancholy, Ode to a Nightingale, and Ode to Psyche. അപ്പോൾ Ode on a Grecian Urn എന്നുള്ളത് ജോൺ കീറ്റ്സിന്റെ പോമാണ്. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഓഡ്സ് ഓഫ് 1819 ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു ഓഡ്സ് ആണ് ഓഡ് ഓൺ ഇൻഡോളൻസ്, ഓഡ് ഓൺ മെലങ്കളി, ഓഡ് ടു എ നൈറ്റിംഗൽ, ഓഡ് ടു സൈക്കിൾ. നിങ്ങൾക്കറിയാം ഓഡ് എന്ന് പറയുന്നത് അഡ്രസ് ടു പേഴ്സൺ ദാറ്റ് ഇസ് ആബ്സെന്റ്. ഒരു ആബ്സെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സണിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ജേർണൽ ഓഫ് പോം ആണ് ഓഡ് എന്ന് പറയുന്നത്. Okay, so Ode on a Grecian Urn is a poem written by the English romantic poet John Keats in May 1819. Okay, and first published anonymously in Annals of the Fine Arts. Annals of the Fine Arts ilana idu first publish cheyyunnathu. The poem is one of the great odes of 1819, which includes Ode on Indolence, Ode on Melancholy, Ode to a Nightingale, and Ode to Psyche. Beauty is truth. Truth beauty appears in Ode on a Grecian Urn, published in 1890, included in the great odes of John Keats. And this great odes of 1819 includes other odes like Ode on Indolence, Ode on Melancholy, Ode to a Nightingale, Ode to Psyche. Okay, appo itrayum karyangal oorthu vekkuka. Okay, the next question. The Heart of Midlothian is a novel by dash. The Heart of Midlothian is a novel by dash. Options are A. Leigh Hunt, B. Mary Shelley, C. Jane Austen, D. Sir Walter Scott. So, The Heart of Midlothian is a novel by dash. The answer is Sir Walter Scott. The Heart of Midlothian is a novel by Sir Walter Scott. So, The Heart of Midlothian is a novel by Sir Walter Scott. Important ആയിട്ട് ഓർത്തു വെക്കുക. The Heart of Midlothian is a novel by Sir Walter Scott. Okay. Sir Walter Scott's 1818 novel, The Heart of Midlothian, deals with events in the lives of Dean's family from 1736 to the early 1750s. Sir Walter Scott's 1818 novel ആണ് The Heart of Midlothian, and this deals with the events of the Dean's family from early 1736 to the early 1750s. Okay, Dean's familyയുടെ ലൈഫിന്റെ ആ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്ന നോവലാണ് The Heart of Midlothian, 1818 novel of Sir Walter Scott. So, Sir Walter Scott ine ariyam, he is famous for his Waverley novels. Waverley novels il famous aayittulla writer aanu Walter Scott. Okay, for historical novels alle Waverley novels ine famous aayittulla writer aanu Walter Scott. Walter Scottinte 1818 novel aanu The Heart of Midlothian, deals with the events in the lives of Dean's family from 1736 to early 1750s. Okay, അപ്പോൾ അദ്ദേഹത്തിന്റെ 7th Waverley novel ആണ് The Heart of Midlothian. അപ്പോൾ The Heart of Midlothian is a novel by Sir Walter Scott, and Walter Scott's 1818 novel ആണ്, and this deals with the events in the lives of Dean's family from 1736 to the early 1750s. And this novel, The Heart of Midlothian, included in his Waverley novels, the 7th novel in Waverley collection. Okay, Waverley novels 7th one ആണ് The Heart of Midlothian. So, The Heart of Midlothian is a novel by Walter Scott. Okay, next question. Who among the following was associated with
pre-Raphaelite movement? Who among the following was associated with the pre-Raphaelite movement? Options are option A, Matthew Arnold, option B, D.G. Rossetti, option C, Charles Kingsley, option D, none of these. So who among the following was associated with pre-Raphaelite movement? Answer is yes, D.G. Rossetti. So who among the following was associated with pre-Raphaelite brotherhood or pre-Raphaelite movement? That is D.G. Rossetti. Okay, important aanu. D.G. Rossetti is associated with pre-Raphaelite movement. Okay. The pre-Raphaelite brotherhood or pre-Raphaelite movement was formed in 1848 by 3 Royal Academy students, Dante Gabriel Rossetti, who was gifted poet as well as a painter, and the others include William Holman Hunt and John Everett Millais. നമ്മൾ പറഞ്ഞിരുന്നു റോയൽ അക്കാഡമിയിലെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ എന്താണ് ആർട്ടിഫിഷ്യാലിറ്റിയും ഒക്കെ കൊണ്ട് തന്നെ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് 3 റോയൽ അക്കാഡമി സ്റ്റുഡൻസ് ആയിട്ടുള്ള D.G. റോസറ്റി, അതുപോലെ വില്യം ഹോൾമാൻ ഹണ്ട്, ജോൺ എവററ്റ് മിലേസ്, ഇവർ 3 പേരും കൂടി ഫോം ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിന്റെയും പെയിന്റേഴ്സിന്റെയും ഒക്കെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രീ റാഫലേറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞത്. അപ്പൊ 1848 ആണ് ഈ ഒരു മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, 1848 എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ്. അപ്പോ ആ ഒരു റിനൈസൻസ് പീരീഡിൽ അല്ലെ റഫേലിന് മുൻപുണ്ടായിരുന്ന റഫേലും റിനൈസൻസും റപ്ചർ ചെയ്ത ഡിസ്ട്രക്ട് ചെയ്ത ആ ഒരു ആർട്ടിന്റെ പ്യൂരിറ്റിയും ഒക്കെ റീഗെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു വിഷനോടുകൂടി ആ ഒരു ഡ്രീമോടുകൂടി വന്ന ഒരു മൂവ്മെന്റ് ആണ് പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് അല്ലെ പ്രീ റാഫലേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ബിഫോർ റാഫേലിന് മുൻപുണ്ടായിരുന്ന ആ പെയിന്റിങ്ങിന്റെ പ്യൂരിറ്റി റീഗെയിൻ ചെയ്യുക, ഓക്കെ, ആ ഒരു നാച്ചുറൽനെസ്, സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ആർട്ടിലുള്ള ട്രൂത്ത്ഫുൾനെസ് ഗെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയിൽ അടിയുറച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത 1848 എസ്റ്റാബ്ലിഷ് ചെയ്ത ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിന്റെയും പെയിന്റേഴ്സിന്റെയും ഒരു എന്താണ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രീ റാഫലേറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. Okay, so the pre-Raphaelite brotherhood was formed in 1848. അത് ഇമ്പോർട്ടന്റ് ആണ്. 1848 ഈ ഒരു ബ്രദർഹുഡ് ഫോം ചെയ്യുന്നത്, PRB, പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ്. അതുപോലെ ഇതിന്റെ മാഗസിൻ ഓർത്തു വെക്കുക, ജേം എന്നുള്ള മാഗസിൻ ആണ് ഈ ഒരു മൂവ്മെന്റിന്റെ മാഗസിൻ എന്ന് പറയുന്നത്, ജേം ആണെന്ന് ഓർക്കുക. സോ ദ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് was formed in 1848 by 3 Royal Academy students, Dante Gabriel Rossetti, who was gifted poet as well as a painter, William Holman Hunt and John Everett Millais. അതുപോലെ മറ്റ് ഒരുപാട് ഇതിനകത്ത് വരുന്ന റൈറ്റേഴ്സിനെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റേഴ്സും പെയിന്റേഴ്സും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വില്യം മോറിസിനെ കുറിച്ചും RL സ്റ്റീവൻസണിനെ കുറിച്ചും ക്രിസ്റ്റീന റോസറ്റി അവരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് PRB ഡിസ്കസ് ചെയ്തപ്പോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, RL സ്റ്റീവൻസൺ അല്ല, AC സ്വിൻബേൺ. അപ്പോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് PRB റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was opposed to core principles of aestheticism? Who among the following was opposed to എന്നുള്ള മീനിങ്, opposed അല്ല, advocated എന്നുള്ള മീനിങ് ആണ്. advocated principles of aestheticism. Who among the following advocated the core principles of aestheticism? Okay, options are D.G. Rossetti, option B Walter Pater, option C Matthew Arnold, option D Oscar Wilde. So who among the following advocated the core principles of aestheticism? Okay,
The answer is Walter Pater. So Walter Pater is one of the prominent advocates of aestheticism. So who among the following advocated to the core principles of aestheticism? That is Walter Pater. Okay. Walter Pater, his period was from 1839 to 1894. Walter Horatio Pater was an English essayist, art critic and literary critic and fiction writer, regarded as one of the great stylists. And aestheticism, late 19th century European arts movement, which centered on the doctrine that exists for the sake of its beauty alone and that it needs serve no political, didactic or other purpose. So ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. വാൾട്ടർ പേറ്റർ advocated aestheticism. അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ് ഓർത്തു വെക്കുക. 1839 to 1894. Walter Horatio Pater was an English essayist, art critic and literary critic and fiction writer, regarded as one of the great stylists. Aestheticism late 19th century European art movement ആയിട്ട് വന്നതാണ്, and that held on or centered on the doctrine of art for art's sake, art for or art exists for the sake of its beauty alone, art for art's sake. അതായിരുന്നു വാൾട്ടർ പേറ്റർ എന്താണ് അനൗൺസ് ചെയ്തിരുന്ന ആ ഒരു സ്ലോഗൻ അല്ലെ, ഫ്രേസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സോ വാൾട്ടർ പേറ്റർ, ഹിസ് പീരീഡ് 1839 to 1894. He was an English essayist, art critic and literary critic and fiction writer, regarded as one of the great stylists. 19th centuryയിൽ യൂറോപ്യൻ ആർട്സിൽ വന്ന മൂവ്മെന്റ് ആണ് aestheticism, and which centered on the doctrine that art exists for the sake of its beauty alone, that is needs serve no political, didactic or other purpose. മറ്റൊരു തരത്തിലുള്ള അലിഗോറിക്കൽ ആയിട്ടോ പൊളിറ്റിക്കൽ ആയിട്ടോ ഡൈഡാക്റ്റിക് ആയിട്ടോ ഉള്ള ഒരു പർപ്പസും ഇല്ല, പകരം ആർട്ട് ഫോർ ആർട്ട് സേക്ക്. അതാണ് ഈസ്തെറ്റിസിസം. 19th centuryയിൽ വന്ന മൂവ്മെന്റ് ആണ്. വാൾട്ടർ പേറ്റർ ഈസ് ദ പ്രോമിനന്റ് അഡ്വക്കേറ്റ് ഓഫ് ഈസ്തെറ്റിക് മൂവ്മെന്റ്. ഓക്കെ, next question. Lytton Strachey wrote a collection of biographical sketches titled dash. Lytton Strachey wrote a collection of biographical sketches titled, options are A, Eminent Victorians, B, Sartor Resartus, C, Unto This Last, D, none of these. So Lytton Strachey wrote a collection of biographical sketches titled Eminent Victorians. So Lytton Strachey wrote a collection of biographical sketches titled Eminent Victorians. Okay. Eminent Victorians, a collection of short biographical sketches by Lytton Strachey, published in 1918. 1918 publish ചെയ്ത collection of short biographical sketches ആണ് Eminent Victorians. So Eminent Victorians, a collection of short biographical sketches by Lytton Strachey, published in 1918. Strachey's portraits of Cardinal Manning, Florence Nightingale, Thomas Arnold and General Charles Chinese Gordon revolutionized English biography. അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് എന്താണ് സ്ട്രാച്ചേസ് പോർട്രേറ്റ്സ് ആണ് കാർഡിനൽ മാനിങ്ങിന്റെയും ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെയും തോമസ് അർണൾഡിന്റെയും ജനറൽ ചാൾസിന്റെയും ചൈനീസ് ഗോർഡൻ റെവല്യൂഷനൈസ്ഡ് ഇംഗ്ലീഷ് ബയോഗ്രഫി. അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചസ് നമുക്ക് ലിറ്റൻ സ്ട്രാച്ചയുടെ എമിനന്റ് വിക്ടോറിയൻസിൽ കാണാൻ സാധിക്കും. സോ എമിനന്റ് വിക്ടോറിയൻസ് ഈസ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ചസ് ബൈ ലിറ്റൻ സ്ട്രാച്ചെ in 1918. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, which of the following statements are true? So the first question is, which of the following statements are true? Options are, option A, Elizabethan dramatic troupes generally had patrons. Option B, women were not allowed to act on the Elizabethan stage. Option C, Elizabethan stages had no drop curtains. Option D,
Elizabethan plays were performed in natural light. So the question is, which of the following statements are true? Let's look at the options once again. Option A, Elizabethan dramatic troupes generally had patrons. Women were not allowed to act on the Elizabethan stage. Elizabethan stages had no drop curtains. Elizabethan plays were performed in natural light. So which of these options is the right answer? So you have to find out which of the following statements are true. Okay. So here A and B only are true. A, C and D only are true. A, B and D only are true. All the statements are true. So you have to find out the correct statements given below. Okay. Which are the correct statements given below. Adana Elizabethan stage ne kurichu ulla തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള ഫാക്ട്സ് ഏതൊക്കെയാണ് എന്നാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. The correct answer is option D. All the statements given are true. Okay, so the answer is option D. The theatre was open and plays had to be performed in daylight. A flag would be flown from the top of the theatre to show a play was going to be performed. People sat around the stage in galleries. The cheapest place was in front of the stage where ordinary people stood. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. അതിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ എലിസബത്തൻ സ്റ്റേജിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്ട്സ് ആണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. The theatre was open and plays had to be performed in daylight. അത് ഇമ്പോർട്ടൻ്റ് ആണ്. A flag would be flown from the top of the theatre to show a play was going to be performed. Adum important aanu. Okay. Then people sat around the stage in galleries. The cheapest place was in front of the stage where ordinary people stood. Okay. അപ്പോൾ ഇതെല്ലാം എലിസബത്തൻ തിയേറ്ററിനെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ ആ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. നമുക്ക് ഒന്നുകൂടെ ആ ഓപ്ഷൻസ് നോക്കാം. എലിസബത്തൻ ഡ്രാമാറ്റിക് ട്രൂപ്സ് ജനറലി ഹാഡ് പേട്രൺസ്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. വിമൻ വെയർ നോട്ട് അലൗഡ് ടു ആക്ട് ഓൺ ദ എലിസബത്തൻ സ്റ്റേജ്. അത് നമുക്കറിയാം. എലിസബത്തൻ ഏജ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഫാക്ട്സ് ആണ്. എന്താണ്, മെയിലാണ് ഫീമെയിൽ റോളോടി കൈകാര്യം ചെയ്യുന്നത് മെയിൽസ് ആണ്. ഓക്കെ, വിമൻ വെയർ നോട്ട് അലൗഡ് ടു ആക്ട് ഓൺ എലിസബത്തൻ സ്റ്റേജ്. ഓക്കെ, ദെൻ എലിസബത്തൻ സ്റ്റേജസ് ഹാഡ് നോ ഡ്രോപ്പ് കർട്ടൻസ്. ഡ്രോപ്പ് കർട്ടൻസ് ഇല്ല, ഓപ്പൺ എയറിലാണ് ഇത് പെർഫോം ചെയ്യപ്പെടുന്നത്. എലിസബത്തൻ പ്ലേസ് വെയർ പെർഫോംഡ് ഇൻ നാച്ചുറൽ ലൈറ്റ്. ഡേ ലൈറ്റിലാണ് എലിസബത്തൻ പ്ലേസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എലിസബത്തൻ ഡ്രാമാറ്റിക് ട്രൂപ്സ് ജനറലി ഹാഡ് പേട്രൺസ്. വിമൻ വെയർ നോട്ട് അലൗഡ് ടു ആക്ട് ഓൺ ദ എലിസബത്തൻ സ്റ്റേജ്. എലിസബത്തൻ സ്റ്റേജസ് ഹാഡ് നോ ഡ്രോപ്പ് കർട്ടൻസ്. എലിസബത്തൻ പ്ലേസ് വെയർ പെർഫോംഡ് ഇൻ നാച്ചുറൽ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. So you have to remember this. The statements given all are true. എല്ലാം എലിസബത്തൻ സ്റ്റേജിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നവയെല്ലാം ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഫാക്ട്സ് ആണ്. The theatre was open and plays had to be performed in daylight. A flag would be flown from the top of the theatre to show a play was going to be performed. People sat around the stage in galleries. The cheapest place was in front of the stage where ordinary people stood. So these are the characteristics of Elizabethan stage. Okay, അപ്പോൾ നമുക്ക് second question ലേക്ക് പോകാം. Match
the following. So the second question is match the following. Coffee houses, Robinson Crusoe, satirical verses, circulation of periodicals, early colonial narratives, liberal ideas, Wicks, Dryden and Pope. The options are A, B, C, D. അപ്പോൾ ആ ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുക. അതിനകത്ത് ഏതൊക്കെ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ്, അതിനകത്ത് കറക്റ്റ് മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോഫി ഹൗസസ് എന്നുള്ള 1 എന്നുള്ളത് നമുക്ക് ഏതുമായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും? ഒന്ന് നോക്കൂ. യെസ്, യു ആർ റൈറ്റ്. കോഫി ഹൗസസ് ടു circulation of periodicals. Then satirical verses. അപ്പോൾ satirical verses എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഡ്രൈഡനെ അലക്സാണ്ടർ പോപ്പിനെ ഓർക്കുക. satirical versesനെ അല്ലെങ്കിൽ സറ്റയർ എന്നുള്ള ആ ഒരു ലിറ്റററി ഫോമിനെ പോപ്പുലറൈസ് ചെയ്ത 2 റൈറ്റേഴ്സ് ആണ് ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്. സോ satirical verses, Dryden and Pope. Then early colonial narratives അത് നമുക്ക് റോബിൻസൺ ക്രൂസോ എന്ന് കൊടുക്കാം. പിന്നീട് വിക്സ് ഗോസ് ടു ലിബറൽ ഐഡിയാസ്. ഓക്കെ, അപ്പോൾ 1 എന്നുള്ളത് വരുന്നത് 2. അപ്പോൾ 1, 2 അതെ ഓപ്ഷൻ എയില് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നോക്കൂ. 1 joins to or choose or matches to circulation of periodicals. ഇതാണ് 1. Okay, then 2 satirical verses to Dryden and Pope. Okay, then early colonial narratives, that is Robinson Crusoe, Daniel Defoeയുടെ Robinson Crusoe. So 3 joins or matches to 1 and 4 Wicks to liberal ideas. Okay, liberal ideas. അപ്പോൾ ഇതാണ് ഈ match the following right option A. Okay, നമുക്ക് ആൻസറിലേക്ക് പോകാം. So the correct answer is option A. Coffee houses were a place for men to discuss current ideas, current issues. Okay, current contemporary issues ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് നമ്മൾ കോഫി ഹൗസസിനെ ആ ഒരു ടൈമിൽ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസ്റ്റോറേഷൻ പീരീഡിലൊക്കെ കോഫി ഹൗസസിന്റെ എന്താണ് മെയിൻ പർപ്പസ് എന്ന് ചോദിച്ചാൽ സർക്കുലേഷൻ ഓഫ് പീരിയോഡിക്കൽസ്, അതുപോലെ കണ്ടംപററി ഇഷ്യൂസിന്റെ ആ ഒരു ചാറ്റിങ്ങും മീറ്റപ്സും ഗ്യാതറിങ്സും ഒക്കെയാണ് കോഫി ഹൗസസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഫി ഹൗസസിന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു റെസ്റ്റോറേഷൻ പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കോഫി ഹൗസസ് ലെഡ് ടു ദ സർക്കുലേഷൻ ഓഫ് ജേർണൽസ് ആൻഡ് പീരിയോഡിക്കൽസ്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്കോപ്പാണ് കോഫി ഹൗസസിന്റെ ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ലിറ്ററേച്ചറിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, കോഫി ഹൗസസ് വേർ എ പ്ലേസ് ഫോർ മെൻ ടു ഡിസ്കസ് കറന്റ് ഇഷ്യൂസ്. Then satirical verses. The period from Restoration to the middle of 18th century, comprising the ages of Dryden and Pope, was rich flowering time of satirical literature. അപ്പോൾ ഒരു satirical നിങ്ങൾക്കറിയാം, നമ്മുടെ സോഷ്യൽ കണ്ടംപററി ഇഷ്യൂസിനെ റെഡിക്യൂൾ ചെയ്തുകൊണ്ട് satirical ആയിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ആക്ഷേപഹാസ്യം എന്ന് നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള ആ ഒരു ജോണർ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത റൈറ്റേഴ്സ് ആണ് ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, 2 തരം സറ്റയേഴ്സ് ഉണ്ട്, ജോനായിലും അതുപോലെ എന്താണ് നിങ്ങൾക്ക് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഹൊറേഷ്യൻ സറ്റയേഴ്സും അപ്പോൾ ജുവനേലിയനും ഹൊറേഷ്യൻ സറ്റയേഴ്സും അതൊക്കെ നിങ്ങൾ കൂടുതൽ ആധികാരികമായിട്ട് ആ ഒരു പീരീഡിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ സറ്റേറിക്കൽ വേഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈഡനെയും അലക്സാണ്ടർ പോപ്പിനെയും കൂടുതലായിട്ട് ഓർക്കുക. ഓക്കെ, ദെൻ ഏർലി കൊളോണിയൽ നറേറ്റീവ്സ്, റോബിൻസൺ ക്രൂസോ, വിക്സ്, ലിബറൽ ഐഡിയാസ്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ പാറ്റേണിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, place the following in their correct chronological sequence. Place the following events in their correct chronological sequence. First one, the Great Fire of London.
Second one, establishment of the first coffee house in London, then restoration, then publication of the Tatler and the Spectator. Okay, appo the Great Fire of London, establishment of the first coffee house in London, restoration, publication of Tatler and the Spectator. Appo idana a correct chronological order il idu ningal answer cheya. Okay, ഒന്ന് try ചെയ്യൂ. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഡറിൽ ആ ഒരു ഇയറിന്റെ ഓർമ്മയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് വേണം. റെസ്റ്റോറേഷൻ്റെ നിങ്ങൾക്ക് ഇയർ അറിയാം, ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ഇയർ അറിയാം, അതുപോലെ ടാറ്റ്ലർ ആൻഡ് സ്പെക്ടേറ്ററിന്റെ ഇയർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിപ്പോൾ 1666 ആണ്, ഇത് 1600 ആണ്, ഇതപ്പോൾ 1709 1711 ആ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും. ഇതായിരിക്കും ആൻസർ, ഏതാണ് ആ ഒരു ഇയറിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. Great Fire of London 1666, establishment of first coffee house in London 1652, restoration 1660 ആണ് കേട്ടോ. ഓക്കെ, restoration 1660. okay, 1660. Then publication of Tatler and the Spectator. The Spectator, a periodical published in London by the essayists Sir Richard Steele and Joseph Addison from March 1st, 1711 to December 6, 1712, and revived by Addison in 1714. It succeeded the Tatler, which Steele had launched in 1709. അപ്പോൾ 1709 ടാറ്റ്ലർ വരുന്നത്, 1711 സ്പെക്ടേറ്റർ, പിന്നീട് 1714 സ്പെക്ടേറ്ററിനെ അഡിസൺ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയർ നിങ്ങൾ ഓർത്തു വെക്കുക. ഓരോ ഇവന്റ്സിന്റെ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ആ ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്നുകൂടി നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, place the following in their correct chronological sequence. The Great Fire of London, the Great Fire of London ഇയർ ഓർക്കുക, 1666, 1666. okay, then establishment of first coffee house in London. okay, അത് 1652 ആണ്, 1652. then restoration 1660. okay, 1660 restoration. publication of Tatler and Spectator, അത് 1709 ടാറ്റ്ലർ വന്നു, പിന്നീട് 1711 to 1712 സ്പെക്ടേറ്റർ വരുന്നത്, പിന്നീട് 1714 അഡിസൺ അതിനെ മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്പെക്ടേറ്റർ എന്നുള്ള പീരിയോഡിക്കലിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അത് അഡിസണും സ്റ്റീൽ കൂടി അവർ രണ്ടു പേരും കൂടി ഡെവലപ്പ് ചെയ്ത പീരിയോഡിക്കലാണ് സ്പെക്ടേറ്റർ. ഓക്കെ, ആദ്യം ഇത് ഡെയിലി ആയിട്ടായിരുന്നു, പിന്നീടാണ് ഇത് ഒരു പീരിയോഡിക്കൽ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരിയോഡിക്കൽ സ്പെക്ടേറ്റർ എന്നുള്ള പീരിയോഡിക്കൽ 1711 വന്നു ടു 1712, പിന്നീട് 1714 ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി അഡിസൺ മോഡിഫൈ ചെയ്ത് 1714 പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതാണ് സ്പെക്ടേറ്റർ. ടാറ്റ്ലറിന്റെ ഇയർ ഓർക്കുക, 1709. സ്റ്റീൽ ആണ് ടാറ്റ്ലർ, അപ്പോൾ അത് ഓർത്തു വെക്കുക. അപ്പോൾ സ്റ്റീൽ ലോഞ്ച്ഡ് ടാറ്റ്ലർ ഓൺ 1709. ഓക്കെ, അപ്പോൾ ഇതിന്റെ 4 ഇൻസിഡൻസിന്റെ ഇയേഴ്സ് ഓർത്തു വെക്കുക. ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ 1666, then restoration 1660. okay, പിന്നീട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫസ്റ്റ് കോഫി ഹൗസ് ഇൻ ലണ്ടൻ 1652, ടാറ്റ്ലർ ആൻഡ് സ്പെക്ടേറ്റർ, ഈ ഒരു പീരീഡും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻ എ ആണ് 2, 3, 1, 4. ഓക്കെ, 1652, 1660, then Great Fire of London 1666, then Tatler and Spectator 1709 to 1712 or 1714. Okay, ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. Then next question,
Laputa is dash. Laputa is dash. The options are a flying island in Jonathan Swift's Gulliver's Travels. Option B, the capital of a country in Swift's Battle of the Books. Option C, the name given by Swift to a political system. Option D, a character in Swift's Gulliver's Travels. So Laputa is dash. Option A, flying island in Jonathan Swift's Gulliver's Travels. Option B, the capital of a country in Swift's Battle of the Books. Option C, the name given by Swift to a political system. Option D, a character in Swift's Gulliver's Travels. So the answer is option A. Laputa is a flying island in Jonathan Swift's Gulliver's Travels. നിങ്ങൾ Gulliver's Travels important ആയിട്ട് നോക്കുക. അതിനകത്തെ ഓരോ പ്ലേസസും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി മനസ്സിലാക്കാം. Laputa is a flying island in Jonathan Swift's Gulliver's Travels. Okay. So the correct answer is option A. Laputa is a flying island in Jonathan Swift's Gulliver's Travels. Laputa is a flying island described in 1726 book Gulliver's Travels by Jonathan Swift. Jonathan Swiftന്റെ 1726ലെ ബുക്കാണ്, വർക്കാണ് Gulliver's Travels. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. So Laputa is a flying island described in 1726 book Gulliver's Travels by Jonathan Swift. അപ്പോൾ Laputa is a flying island described in 1726 book Gulliver's Travels by Jonathan Swift. അതുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പമേല, പിക്കാറസ് നോവൽ, ഹെൻറി ഫീൽഡിംഗ്, എപ്പിസ്റ്റോളറി നോവൽ, Lawrence Stern, An Apology for the Life of Mrs. Shamila Andrews, The Adventures of Roderick Ransom, Tristram Shandy. So ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സസ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എ, ബി, സി, ഡി. അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം. പമേല, പമേല നിങ്ങൾക്കറിയാം, പമേല ഈസ് ആൻ എപ്പിസ്റ്റോളറി നോവൽ. അപ്പോൾ 1, 2 വരും. Then ഹെൻറി ഫീൽഡിംഗ്, ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ആണ് An Apology for the Life of Mrs. Shamila Andrews അല്ലെങ്കിൽ ഷമേല. ഓക്കെ, അത് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ആണ്. Then ലോറൻസ് സ്റ്റേണിൻ്റെ ആണ്, ലോറൻസ് സ്റ്റേണിൻ്റെ ആണ് ട്രിസ്റ്റം ഷാൻഡി. ഓക്കെ, ട്രിസ്റ്റം ഷാൻഡി. Then Adventures of Roderick Ransom is a picaresque novel. ഓക്കെ, അപ്പോൾ നമുക്ക് പമേല എപ്പിസ്റ്റോളറി നോവൽ, then Henry Fielding An Apology for the Life of Mrs. Shamila, then Lawrence Stern Tristram Shandy, and The Adventures of Roderick Ransom picaresque novel. So the option C is right answer. Okay, so Pamela is an epistolary novel, Henry Fielding An Apology for the Life of Mrs. Shamila Andrews, then Lawrence Stern Tristram Shandy, The Adventures of Roderick Ransom picaresque novel. So, okay, so option C is the right answer. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. So, the correct answer is option C. Pamela, an epistolary novel. Okay, epistolary novel ആണ്. And the subtitle of Pamela is Virtue Rewarded. Very, very important. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. പമേലയുടെ സബ്ടൈറ്റിൽ ആണ് Virtue Rewarded. Okay, so Pamela is an epistolary novel and subtitle is Virtue Rewarded. First published in 1740. 1740 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സാമുവൽ റിച്ചാർഡ്സന്റെ എപ്പിസ്റ്റോളറി നോവലാണ്, റിച്ചാർഡ്സന്റെ എപ്പിസ്റ്റോളറി നോവലാണ് പമേല. ഓക്കെ, നമുക്കറിയാം ഫോർ വീൽസ് ഓഫ് നോവൽ എന്നറിയപ്പെടുന്ന റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ലോറൻസ് സ്റ്റേൺ, തോബിയാസ് മോളറ്റ്, ഇവരെ 4 പേരെ നമുക്ക് അറിയാവുന്നതാണ്.
4 wheels of novel എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതില് സാമുവൽ റിച്ചാർഡ്സന്റെ എപ്പിസ്റ്റോളറി നോവലാണ് പമേല, സബ്ടൈറ്റിൽ വിർച്യൂ റിവാർഡഡ്, പബ്ലിഷ്ഡ് ഇൻ 1740. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. സോ പമേല ഈസ് ആൻ എപ്പിസ്റ്റോളറി നോവൽ. എന്താണ് എപ്പിസ്റ്റോളറി നോവൽ? Epistolary novel means a novel written in the form of letters. ലെറ്റേഴ്സ് ഫോമിൽ എഴുതുന്ന നോവൽസിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുന്നത്. സോ പമേല ഈസ് ആൻ എപ്പിസ്റ്റോളറി നോവൽ, സബ്ടൈറ്റിൽ വിർച്യൂ റിവാർഡഡ്, പബ്ലിഷ്ഡ് ഇൻ 1740. ഓക്കെ. Then Henry Fielding wrote an apology for the life of Mrs. Shamela Andrews. An apology for the life of Mrs. Shamela Andrews. An apology for the life of Mrs. Shamela Andrews, or simply Shamela, as it is more commonly known, is a satirical burlesque novella by English writer Henry Fielding. So, this is a burlesque novella. It was first published in April 1741 under the name of Mr. Connie Kiba. Okay. കോണി കീബ എന്നുള്ള പേരിലാണ് ഹെൻറി ഫീൽഡിംഗ് ഇത് 1741 ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഹെൻറി ഫീൽഡിംഗ് ആൻ അപ്പോളജി ഫോർ ദ ലൈഫ് ഓഫ് മിസസ് ഷമേല ആൻഡ്രൂസ്, അല്ലെങ്കിൽ ഷമേല എന്നറിയപ്പെടുന്നു. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1741. ഓക്കെ, അണ്ടർ ദ നെയിം ഓഫ് മിസ്റ്റർ കോണി കീബർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. Then Lawrence Sterne, Tristram Shandy. The Life and Opinions of Tristram Shandy, Gentleman, is a novel by Lawrence Sterne inspired by Don Quixote. Don Quixote ഇൻസ്പയർ ചെയ്തുകൊണ്ട് ലോറൻസ് സ്റ്റേൺ എഴുതുന്ന വർക്കാണ് ട്രിസ്റ്റം ഷാൻഡി. ഓക്കെ, സോ ലോറൻസ് സ്റ്റേൺ, ട്രിസ്റ്റം ഷാൻഡി, and it was inspired by Don Quixote. It was published in 9 volumes and the first 2 appearing in 1759 and 7 others following the next 7 years. അപ്പോൾ 1759 ഫസ്റ്റ് 2 വോളിയംസ്, പിന്നീടുള്ളത് ബാക്കിയുള്ള ആ ഒരു ഫോളോയിങ് ആയിട്ടുള്ള ഇയേഴ്സിൽ 7 ഇയേഴ്സ് കൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലോറൻസ് സ്റ്റേണിന്റെ ട്രിസ്റ്റം ഷാൻഡി. ഓക്കെ. Then The Adventures of Roderick Ransom, picaresque novel. The Adventures of Roderick Ransom is a picaresque novel by Tobias Smollett, first published in 1748. So Adventures of Roderick Ransom picaresque novel ആണ്. പിക്കാറസ് നോവൽ എന്ന് പറഞ്ഞാൽ ഒരു റോഗിന്റെ വാണ്ടറിങ്ങും അയാളുടെ സ്റ്റോറിയൊക്കെ ബേസ് ചെയ്തുള്ളതാണ് പിക്കാറസ് നോവൽ. ഓക്കെ, ഓക്കെ. അപ്പോൾ The Adventures of Roderick Ransom is a picaresque novel by Tobias Smollett, first published in 1748. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. So match the following. Pamela, it is an epistolary novel by Samuel Richardson, published in 1740. Subtitle Virtue Rewarded. Henry Fielding, An Apology for the Life of Mrs. Shamela Andrews, or Shamela, 1741 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, കോണി കീബ എന്നുള്ള ആ ഒരു അനോണിമസ് ആയിട്ടുള്ള നെയിമിൽ, ആ ഒരു സ്യൂഡോ നെയിമിലാണ് ഇത് ഫസ്റ്റ് 1741 പബ്ലിഷ് ചെയ്യുന്നത്. ലോറൻസ് സ്റ്റേൺ, ട്രിസ്റ്റം ഷാൻഡി, അത് ഓർത്തു വെക്കുക, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. Then Adventures of Roderick Ransom, picaresque novel by Tobias Smollett. ഓക്കെ, 1748 ഇതിന്റെ ഇയേഴ്സ് ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Give the correct chronological sequence of the following. Give the correct chronological sequence of the following. Romantic poetry, neoclassical poetry, metaphysical poetry, transition poetry. So give the correct chronological sequence of the following. Okay, അപ്പോൾ ഇതിന്റെ correct chronological sequence നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓപ്ഷൻസ് A, B, C, D. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള chronological order നിങ്ങൾ ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. Correct answer is option C. That is metaphysical poetry, then neoclassical poetry,
then transition poetry, then romantic poetry. Appo option C ആണ് answer. Metaphysical poetry, neoclassical poetry, transition poetry, romantic poetry. Okay, appo adana chronological order ആയിട്ട് വരുന്നത്. ഓർക്കുക, metaphysical, neoclassical, transition, romantic. Okay, appo question ഒന്നുകൂടി നോക്കാം. Give the correct chronological sequence of the following. അപ്പോൾ അതിനകത്ത് metaphysical poetry, neoclassical poetry, transition poetry, romantic poetry. Okay, option C. 3, 2, 4, 1. Okay, ഓർത്തു വെക്കുക. Next question. Relics of ancient English poetry is a dash. Relics of ancient English poetry is dash. Option A, a collection of popular songs and ballads. Option B, a collection of Old English poetry. Option C, a study of Old English poetry. Option D, none of the above. So, relics of ancient English poetry is dash. A collection of popular songs and ballads, a collection of Old English poetry, a study of Old English poetry, none of the above. The correct answer is a collection of popular songs and ballads. So, the relics of ancient English poetry is a collection of popular songs and ballads collected by Bishop Thomas Percy's, published in 1765. Important ആണ്. Percy's relics എന്നും അറിയപ്പെടുന്നുണ്ട്. So, the relics of ancient English poetry is a collection of popular songs and ballads, and it was collected by Percy, Thomas Percy, Bishop Thomas Percy, published in 1765. Okay, so relics of ancient English poetry is a collection of popular songs and ballads by Bishop Thomas Percy, published in 1765. Okay. Next question. Put the following in correct chronological sequence. Put the following in correct chronological sequence. First one, Childe Harold's Pilgrimage. Second one, The Necessity of Atheism. Third one, Hymn to Intellectual Beauty. Fourth one, Ode on a Grecian Urn. So, put the following in correct chronological sequence. First one, Childe Harold's Pilgrimage. Second, The Necessity of Atheism. Third, Hymn to Intellectual Beauty. Fourth, Ode on a Grecian Urn. Okay, അപ്പോൾ ഇത് correct chronological sequence A ആണോ B ആണോ C ആണോ D ആണോ എന്ന് നോക്കാം. Okay, നോക്കാം. The correct answer is option C. Option C ആണ് correct answer ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നും പബ്ലിഷ് ചെയ്ത ഇയർ നമുക്ക് നോക്കാം. ഒന്നുകൂടി ഓപ്ഷൻ സി വെച്ച് നമുക്ക് ആൻസർ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓരോന്നിൻ്റെ ഇയറും റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 2, ഇതിൽ ഒരു മാറ്റമുണ്ട്. 2, 3, 1, 4 ആണ് കേട്ടോ. 2, 3, 1, 4 ആണ് ഓർഡർ. അപ്പോൾ 2 ഇതാണ് chronological order first വരുന്നത്, then 3, then 1, then 4. അപ്പോൾ ഇതാണ് chronological order സീക്വൻസ് ആയിട്ട് വരുന്നത്. ഇത് ഓപ്ഷനിലുള്ള ഒരു എറർ ആണ്. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോക്കാം. Childe Harold's Pilgrimage. Childe Harold's Pilgrimage is an autobiographical poem in 4 cantos by Lord Byron. Canto 1 and 2 were published in 1812. Canto 3 in 1816 and Canto 4 in 1818. Okay, അപ്പോൾ Childe Harold's Pilgrimage is an autobiographical poem by Lord Byron in 4 cantos. 1 and 2 were published in 1812, 3rd in 1816 and 4th in 1818. Okay, that is Childe Harold's Pilgrimage. Then The Necessity of Atheism. The Necessity of Atheism is an essay on atheism by the poet Percy Bysshe Shelley, printed in 1811 by Charles and William Phillips. അപ്പോൾ Necessity of Atheism എന്നുള്ളത് ഒരു essay ആണ് by P.B. Shelley, printed in 1811 by Charles and William Phillips. Okay, അപ്പോൾ Childe Harold's Pilgrimage autobiographical poem ആണ് in 4 cantos. Okay, by Byron.
Canto 1 and 2 were published in 1812, Canto 3 in 1816 and Canto 4 in 1818. Okay, then Necessity of Atheism, Orkuga, essay by P.B. Shelley, printed in the year 1811. Okay. Then Hymn to Intellectual Beauty. Hymn to Intellectual Beauty is a poem by P.B. Shelley in 1816 and published in 1817. Hymn to Intellectual Beauty is a poem by P.B. Shelley in 1816 and published in 1817. Published the poem on Hymn to Intellectual Beauty by P.B. Shelley. Then Ode on a Gratian. Ode on a Gratian is a poem written by the English romantic poet John Keats in May 1819, first published anonymously in Annals of the Fine Arts in 1819. 1819 Annals of the Fine Arts publish ചെയ്യുന്ന അദ്ദേഹത്തിന്റെ 1819 ഓഡ്സ് എന്ന് ഗ്രേറ്റ് ഓഡ്സ് എന്ന് അറിയപ്പെടുന്ന ആ കൂട്ടത്തിലെ ഒരു ഓടാണ് Ode on a Gratian. Okay, so Ode on a Gratian is a poem written by John Keats in first published anonymously in Annals of the Fine Arts in 1819. Okay, appo aa order orthu vekkuka. Appo first Necessity of Atheism aanu varunathu 1811 il print cheyidittulladu. Pinnീട് വരുന്നത് ഏതാണ്? Hymn to Intellectual Beauty. പിന്നീട് Child Harold's Pilgrimage, അതിനുശേഷമാണ് Ode on a Gratian. അപ്പോൾ Child Harold's Pilgrimage 4 cantos ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓട്ടോബയോഗ്രഫിക്കൽ പോം ബൈ ലോർഡ് ബൈറൺ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസ canto published in 1812, third canto in 1816 and fourth one in 1818. The Necessity of Atheism is an essay by English poet P.B. Shelley, printed in 1811. Okay. Then Hymn to Intellectual Beauty in 1817, published in 1817. It is a poem by P.B. Shelley. Ode on a Gratian, published in 1819 by John Keats. Okay, itrayum manasilakuka. Next question, match the following. Mysteries of Udolpho, Mary Shelley. The Old English Baron, Horace Walpole. Frankenstein, Anne Radcliffe. Then The Castle of Otranto, Clara Reeve. ഇത് നമുക്ക് മാച്ച് ചെയ്യാം. The Mysteries of Udolpho. Okay, Mysteries of Udolpho. Yes. Anne Radcliffe. The Old English Baron, Clara Reeve. Frankenstein, Mary Shelley. Castle of Otranto, Horace Walpole. Okay. So options നോക്കി നിങ്ങൾ correct option find ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് പോകാം. So the correct answer is option C. The Mysteries of Udolpho, published in 1794 by Anne Radcliffe. So the Mysteries of Udolpho, ഇതിന്റെ year important ആണ്, 1794 by Anne Radcliffe. The Old English Baron, 1778 by Clara Reeve. Frankenstein, 1818 by Mary Shelley. The Castle of Otranto, 1764 by Horace Walpole. ഇതെല്ലാം ഗോത്തിക് നോവൽസ് ആണ് കേട്ടോ. ഇതെല്ലാം ഗോത്തിക് നോവൽസ് ആണ്. നമ്മൾ ഗോത്തിക് നോവൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, The Mysteries of Udolpho 1794 by Anne Radcliffe, The Old English Baron 1778 Clara Reeve, Frankenstein 1818 Mary Shelley, The Castle of Otranto 1764. അത് 1765 പിന്നീട് അതിന്റെ എഡിഷൻ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആ ഒരു ഇയർ കൂടി ഓർക്കുക. So The Castle of Otranto by Horace Walpole. Okay, The Mysteries of Udolpho by Anne Radcliffe, The Old English Baron Clara Reeve, Frankenstein Mary Shelley, The Castle of Otranto, Horace Walpole. Okay, അപ്പോൾ ഇത്രയും ഓർത്തു വെക്കുക. Then next question, match the following. Essays of Elia, Leigh Hunt. Free Thoughts on Public Affairs, Thomas Dickensy. The Examiner, Charles Lamb. Confessions of an Opium Eater, William Hazlitt. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Essays of Elia, Charles Lamb ആണ്. Then Examiner, Leigh Hunt ആണ്. Confessions of an Opium Eater, Thomas Dickensy ആണ്. Free Thoughts on Public Affairs, William Hazlitt ആണ്. So Essays of Elia, Charles Lamb, that is 1, 3. Then 2, 4, 3, 1 and 4, 2. That is option C is the right answer.
Essays of Elia Charles Lamb, Free Thoughts on Public Affairs, William Hazlitt, The Examiner, Leigh Hunt, Confessions of an Opium Eater, Thomas D. Quincy. Option C is the right answer. Okay. So, option C is the right answer. Essays of Elia Charles Lamb, Free Thoughts on Public Affairs, William Hazlitt, The Examiner, Leigh Hunt, Confessions of an Opium Eater, Thomas D. Quincy. Okay. The following is not a work by J.S. Mill. Okay. John Stuart Millinde works allade varunathu edana. The following is not a work by J.S. Mill. The options are A. The Subjection of Women, B. Utilitarianism, C. Considerations on Representative Government, D. The Subjugation of Women. So here the question is, the following is not a work by J.S. Mill. J.S. Millinde work allathathu edanennaanu question. A. The Subjection of Women, B. Utilitarianism, C. Considerations on Representative Government, D. The Subjugation of Women. So the answer is option D. The Subjugation of Women. The Subjugation of Women is not a work of J.S. Mill. J.S. Millinde work alla, ബാക്കി മൂന്നും J.S. Millinde തന്നെ works ആണ്. The Subjection of Women, Utilitarianism, Considerations on Representative Government. These are the works of John Stuart Mill. The subjection of women is not a work of J.S. Mill. ഈ subjectionും subjugationും തമ്മിൽ തിരിഞ്ഞു പോകരുത്. Subjugation of women is not a work of J.S. Mill. Okay. അപ്പോൾ J.S. Millന്റെ works ആയിട്ട് വരുന്നത് The Subjection of Women, Utilitarianism, Considerations on Representative Government. Okay. Important ആണ്, ഓർത്തു വെക്കുക. So here the correct answer is the Subjugation of Women. Subjugation of Women is not a work of J.S. Mill. Okay. Next question. India passed into direct administration by the British government in dash. India passed into direct administration by British government in dash. The options are 1837, option B 1867, option C 1858, option D 1903. India passed into direct administration by the British government in, okay, നമുക്ക് ആൻസർ നോക്കാം, in 1858. Okay, അപ്പോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. India passed into direct administration by the British government in 1858. Option C 1858. Okay, so India passed into direct administration by the British government in 1858. Okay. Next question. Match the following. Match the following. Browning, The Charge of Light Brigade. Matthew Arnold, The Grammarian's Funeral. Tennyson, I remember. Thomas Hood, The Scholar Gypsy. So match the following correctly. Browning, The Charge of Light Brigade ആണോ? Matthew Arnold, The Grammarian's Funeral ആണോ? Tennyson, I remember. Thomas Hood, The Scholar Gypsy. Option A ആണോ? Option B ആണോ? Option C ആണോ? Option D ആണോ? ഏതാണ് correct match ചെയ്യുന്നത് എന്ന് നോക്കി choose ചെയ്യുക. Okay. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കാം. ബ്രൗണിങ്ങിന്റെ വർക്ക് ഏതാണ്? അതെ, The Grammarian's Funeral. The Grammarian's Funeral is a work by Robert Browning. Matthew Arnold's poem is The Scholar Gypsy. The Scholar Gypsy is a poem by Matthew Arnold. Then Tennyson, The Charge of Light Brigade is a poem by Tennyson. Thomas Hood, I remember. So the option Browning 1, 2. Okay, 1, 2, 2, 4, 2, 4, 3, 1, 3, 1, 4, 3. That is option C. Option C is the
right answer. So Robert Browning, the grammarian's funeral, Matthew Arnold, the scholar gypsy, Tennyson, the charge of light brigade, Thomas Hood, I remember. Okay. So the correct answer is option C, Browning, the grammarian's funeral, Matthew Arnold, the scholar gypsy, Tennyson, the charge of light brigade, Thomas Hood, I remember. So ഇത്രയും കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആരുടെ വർക്കാണ്? റോബർട്ട് ബ്രൗണിങ്ങിന്റെ വർക്കാണ് ദ ഗ്രമേറിയൻസ് ഫ്യൂണറൽ, മാത്യു ആർണൾഡിന്റെ വർക്കാണ് ദ സ്കോളർ ജിപ്സി, ടെന്നിസന്റെ ആണ് ദ ചാർജ് ഓഫ് ലൈറ്റ് ബ്രിഗേഡ്, തോമസ് ഹൂഡ് ഐ റിമെമ്പർ. ഓക്കെ, ഇത് നിങ്ങൾ പല രീതിയിൽ പല ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വരുന്നതാണെങ്കിലും നിങ്ങൾക്കത് എന്താണ് പലതും ഡിലീറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇത് ഇന്ന ആളുടെ ആണ്, ഇത് ഇദ്ദേഹത്തിന്റെ ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. കൾച്ചർ ആൻഡ് അനാർക്കി, ജോൺ ഹെൻറി ന്യൂമാൻ. ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ്, മാത്യു ആർണൾഡ് ആൻഡ് ദ ഹീറോയിക് ഇൻ ഹിസ്റ്ററി. The doctrine of the real presence, Thomas Carlyle. The present position of Catholics, E.B. Pusey. അപ്പോ ഇവിടെ മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. കൾച്ചർ ആൻഡ് അനാർക്കി ഇതിൽ ആരുടേതാണ്? യെസ്, മാത്യു ആർണൾഡിന്റെ ആണ്. സോ കൾച്ചർ ആൻഡ് അനാർക്കി, മാത്യു ആർണൾഡ്. ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ഹീറോയിക് ഇൻ ഹിസ്റ്ററി, ഓക്കെ, അത് ആരുടേതാണ്? തോമസ് കാർലൈലിന്റേതാണ്. ദ ഡോക്ട്രിൻ ഓഫ് ദ റിയൽ പ്രസൻസ്, അത് ആരുടേതാണ്? ഓക്കെ, E.B. പുസിയുടേതാണ്. ദ പ്രസന്റ് പൊസിഷൻ ഓഫ് കാത്തോലിക്സ് ഈസ് എ വർക്ക് ബൈ ജോൺ ഹെൻറി ന്യൂമാൻ. ഓക്കെ, അപ്പോ നമുക്ക് ഓപ്ഷൻ നോക്കാം. എ എന്നുള്ളത് 2 ആണ്, A2. ബി എന്നുള്ളത് 3 ആണ്, B3. C എന്നുള്ളത് 4 ആണ്, C4, and D 1. So the option A is right one. Okay, culture and anarchy, Matthew Arnold. On his heroes, hero worship, Thomas Carlyle. The doctrine of the real presence, E.B. Pusey. The present position of Catholics, John Henry Newman. Okay, so the correct answer is option A, culture and anarchy, Matthew Arnold. On heroes, hero worship, Thomas Carlyle. The doctrine of real presence, E.B. Pusey. The present position of Catholics, John Henry Newman. Okay, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Put the following events in Victorian Britain in the correct chronological sequence. Put the following events in Victorian Britain in the correct chronological sequence. Option A, the Second Reform Act which extended voting rights. The Second Reform Act which extended voting rights. B, the Education Act which made primary education compulsory. The Education Act which made primary education compulsory. Introduction of the uniform penny post. D, compulsory vaccination act. So put the following events in Victorian Britain in the correct chronological sequence. Options വായിച്ചിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ബി, സി, ഡി, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കുക, ഇവിടെ ഇയേഴ്സ് സഹിതം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. The Second Reform Act which extended voting rights, 1867. The Education Act which made primary education compulsory, 2002. Introduction of uniform penny post, 1839. Compulsory Vaccination Act, 1892. Okay, so the Second Reform Act which extended voting rights, 1867. Education Act which made primary education compulsory, 2002. Introduction of uniform penny post, 1839. Compulsory Vaccination Act, 1892. Okay, അപ്പോ 3, അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി യൂണിഫോം പെന്നി പോസ്റ്റ്, അതാണ് chronologically 1 വരുന്നത്. Then
One, the Second Reform Act which extended voting rights, 1867. Then compulsory vaccination, 1892. Then the Education Act which made primary education compulsory, 2002. അപ്പോൾ ഇതാണ് order വരുന്നത്. So first one, introduction of the uniform penny post, 1839. Second one, the Second Reform Act which extended voting right, 1867. Third one, compulsory vaccination act, 1892. And then last one, the Education Act which made primary education compulsory, 2002. ആ years ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ഇയേഴ്സും അതിന്റെ ഓർഡറും നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ്. ഓപ്ഷൻ എ, ചാൾസ് ഡിക്കൻസ്, ദ ടെനന്റ് ഓഫ് വൈൽഡ്ഫെൽ ഹാൾ. ബി, W.M. Thackeray, A Tale of Two Cities. Anne Bronte, Under the Greenwood Tree. Thomas Hardy, Vanity Fair. So you have to match the following correctly. Charles Dickens, The Tenant of Wildfell Hall. William Makepeace Thackeray, A Tale of Two Cities. Anne Bronte, Under the Greenwood Tree. Thomas Hardy, Vanity Fair. അപ്പോൾ ഇത് ഡിസോർഡറിലാണ്, ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. സോ ചാൾസ് ഡിക്കൻസ്, ഇതിലേതാണ് ചാൾസ് ഡിക്കൻസിന്റെ വർക്ക് വരുന്നത്? യെസ്, യു ആർ റൈറ്റ്. A Tale of Two Cities. Charles Dickens, A Tale of Two Cities. Then William Makepeace Thackeray, നമ്മൾ പഠിച്ചതാണ്, Vanity Fair. William Makepeace Thackeray, Vanity Fair. Anne Bronte, അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, The Tenant of Wildfell Hall. ഓക്കെ, അപ്പോ അതും നമുക്കറിയാവുന്നതാണ്. തോമസ് ഹാർഡി, Under the Greenwood Tree. So option A, that is 2, A2. B4, C1, and D3. The option D is right answer. Option D is the right answer. Charles Dickens, A Tale of Two Cities. William Makepeace Thackeray, Vanity Fair. Anne Bronte, The Tenant of Wildfell Hall. Thomas Hardy, Under the Greenwood Tree. Okay, important aanu orkuka. So correct answer is option D, Charles Dickens, A Tale of Two Cities. William Makepeace Thackeray, Vanity Fair. Anne Bronte, The Tenant of Wildfell Hall. Thomas Hardy, Under the Greenwood Tree. Okay, appo itrayum orthu vekkuka. Next question. The following were Victorian women novelists. The following were Victorian women novelists. ഇതിനകത്ത് correct ആയിട്ടുള്ള order കണ്ടെത്തുക. Option A, Emily Bronte, Charlotte Bronte, Jane Austen. Then option B, Charlotte Bronte, Anne Bronte, George Eliot. Option C, Charlotte Bronte, Jane Austen, and George Eliot. Then option D, none of the above. അപ്പോൾ ഇതിനകത്ത് വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? എമിലി ബ്രോണ്ടെ ഉണ്ട്, ഷാർലറ്റ് ബ്രോണ്ടെ ഉണ്ട്, പക്ഷേ ജെയിൻ ഓസ്റ്റൻ ഇല്ല. ഓക്കെ, ഷാർലറ്റ് ബ്രോണ്ടെ, ആൻ ബ്രോണ്ടെ, ജോർജ് എലിയറ്റ്. ഷാർലറ്റ് ബ്രോണ്ടെ ഉണ്ട്, ഇവിടെയും ജെയിൻ ഓസ്റ്റൻ ഉണ്ട്, അതുകൊണ്ട് ഇതുമല്ല. Then none of the above. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഷാർലറ്റ് ബ്രോണ്ടെ, ആൻ ബ്രോണ്ടെ, ജോർജ് എലിയറ്റ്, എമിലി ബ്രോണ്ടെ, they are the Victorian women novelist. Okay, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. So the answer is option B. So the following were Victorian women novelists. The answer is option B. Charlotte Bronte, Anne Bronte, and George Eliot. Jane Austen ഒരു Victorian women novelist അല്ല. Okay, so the correct answer is Charlotte Bronte, Anne Bronte, and George Eliot. Option B ആണ്. Okay, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, പഠിപ്പിച്ച പോർഷൻസ് നല്ല രീതിയിൽ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The quintessence of Ibsenism is a study of Ibsen's drama by dash. The quintessence of Ibsenism is a study of Ibsen's drama by dash. Option A, Bernard Shaw. Option B, John Ruskin. Option C, Oscar Wilde. Option D, Matthew Arnold. So the quintessence of Ibsenism
is a study of Ibsen's drama by dash. Options are A. Bernard Shaw, B. John Ruskin, C. Oscar Wilde, D. Matthew Arnold. Quintessence of Ibsenism is a study of Ibsen's drama by George Bernard Shaw. Option A. George Bernard Shaw. Okay. Very, very important. നമ്മൾ പഠിച്ചതാണ് നോർവേജിയൻ പ്ലേ റൈറ്റ് ആയിട്ടുള്ള ഇബ്സന്റെ ഇൻഫ്ലുവൻസ് ബെർണാഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. The quintessence of Ibsenism is a study of Ibsen's drama by George Bernard Shaw. Option A is the right answer. Okay. So the quintessence of Ibsenism is a study of Ibsen's drama by George Bernard Shaw. Okay. So the correct answer is option A, George Bernard Shaw. The quintessence of Ibsenism is an essay written in 1891 by George Bernard Shaw, providing an extended analysis of the works of Norwegian playwright Henrik Ibsen and of Ibsen's critical reception in England. So the quintessence of Ibsenism is an essay written in 1891. ആ ഇയർ കൂടി ഓർക്കുക. 1891 എഴുതിയിട്ടുള്ള essay ആണ് The Quintessence of Ibsenism. It is an essay written in 1891 by George Bernard Shaw, providing an extended analysis of the works of Norwegian playwright Henrik Ibsen. അപ്പോൾ ഹെൻറിക് ഇബ്സന്റെ ഇൻഫ്ലുവൻസ്, ജോർജ് ബെർണാഡ് ഷോയിലുള്ള ഇൻഫ്ലുവൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക. The quintessence of Ibsenism is an essay written in 1891 by George Bernard Shaw, providing an extended analysis of the works of Norwegian playwright Henrik Ibsen and of Ibsen's critical reception in England. ഇബ്സന്റെ ഡോൾസ് ഹൗസ് എന്നുള്ള വർക്ക് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ഡോൾസ് ഹൗസ്. അപ്പോ അതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജോർജ് ബെർണാഡ് ഷോയുടെ പല പ്ലേസും ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആസ് എ പ്ലേ റൈറ്റ് എന്നുള്ള രീതിയിൽ ജോർജ് ബെർണാഡ് ഷോയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ആണ് നോർവേജിയൻ പ്ലേ റൈറ്റ് ആയിട്ടുള്ള ഹെൻറിക് ഇബ്സൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ജോർജ് ബെർണാഡ് ഷോയിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും. സോ ജോർജ് ബെർണാഡ് ഷോ റോട്ട് ദ ഡ്രാമ or dramayala essay on Ibsen's drama, that is The Quintessence of Ibsenism, is an essay written in 1891. Okay, 1891 ജോർജ് ബെർണാഡ് ഷോ എഴുതിയ എസ്സേ ആണ് The Quintessence of Ibsen's. ഓക്കെ, അപ്പോ ഡ്രാമാസ് ഓഫ് ഇബ്സൻ, ഇബ്സന്റെ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ക്രിട്ടിക്കൽ എസ്സേ ആണ്, ഒരു എസ്സേ ആണ് The Quintessence of Ibsenism. അപ്പോ The Quintessence of Ibsenism is an essay written by George Eliot in 1891. ഓക്കെ, അപ്പോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are true? Which of the following statements are true? Option A, D.G. Rossetti was a pre-Raphaelite poet. Option B, the sprung rhythm is associated with the poetry of G.M. Hopkins. Option C, inscape and in-stress associated with G.M. Hopkins' poetry. Option D, W.B. Yeats' early poetry was linked to the Celtic revival. So which of the following statements are true? D.G. Rossetti was a pre-Raphaelite poet. The sprung rhythm is associated with the poetry of G.M. Hopkins. Inscape and in-stress associated with G.M. Hopkins' poetry. W.B. Yeats' early poetry was linked to Celtic revival. Okay, അപ്പോൾ ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും all the statements are true. All the statements are true. Okay, നമുക്ക് ആൻസറിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ്സ് 1, 2 and 4 are true. B, statements 1 and 2 are true. C, statements 1, 3 and 4 are true. Or D, all the statements are true. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ correct answer is all the statements are true. Okay, so the correct answer is all the statements are true. Okay, so
question ഇതായിരുന്നു, which of the following statements are true? Which of the following statements are true? Option A, D.G. Rossetti was a pre-Raphaelite poet. Option B, the sprung rhythm is associated with the poetry of G.M. Hopkins. Option C, inscape and instress associated with G.M. Hopkins poetry. Option D, W.B.H. early poetry was linked to Celtic revival. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, D.G. Rossetti was a pre-Raphaelite poet. Okay, 1848 സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ആണ് pre-Raphaelite brotherhood. അതിലെ ഒരു prominent member തന്നെയാണ് D.G. Rossetti. So D.G. Rossetti was a pre-Raphaelite poet. Then next point, the sprung rhythm is associated with G.M. Hopkins. Gerald Manley Hopkins. അപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം തന്നെയാണ് sprung rhythm. അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലാണ് poetryയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൈലാണ് sprung rhythm. So the sprung rhythm is associated with the poetry of G.M. Hopkins. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കോയിനേജ് ആണ് ആ ഒരു സ്റ്റൈൽ. ഓക്കെ, then inscape and instress associated with G.M. Hopkins. അതും ഇമ്പോർട്ടന്റ് ആണ്. G.M. Hopkinsന്റെ തന്നെ ആ ഒരു ഇൻവെൻഷൻ ആണ് inscape, instress. Okay, so inscape and instress associated with G.M. Hopkins. Okay, അതുപോലെ G.M. Hopkinsന്റെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, Curtal sonnet. Curtal sonnet is also associated with G.M. Hopkins. Okay, so D.G. Rossetti was a pre-Raphaelite poet. The sprung rhythm is associated with the poetry of G.M. Hopkins. Inscape and instress associated with G.M. Hopkins poetry. Then W.B.H. early poetry was linked to Celtic revival. Okay, ഐറിഷ് ലിറ്റററി റിവൈവൽ അല്ലെങ്കിൽ ഐറിഷ് തിയേറ്ററുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ള ഒരു റൈറ്റർ തന്നെയാണ് W.B.H. So W.B.H. early poetry was linked to Celtic revival. Okay, ഐറിഷ് റൈറ്റർ ആയിട്ടുള്ള W.B.H.നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർക്കുക. So the statements here given are all are true. All statements are true. That is the answer. So D.G. Rossetti was a pre-Raphaelite poet. The sprung rhythm is associated with the poetry of G.M. Hopkins. Inscape and instress associated with G.M. Hopkins poetry. W.B.H. early poetry was linked to the Celtic revival. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തെ ഫാക്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So next question, Rudyard Kipling received the Nobel Prize for Literature in dash. Rudyard Kipling received the Nobel Prize for Literature in dash. Option A, 1888. Option B, 1903. Option C, 1867. Option D, 1907. So Rudyard Kipling received the Nobel Prize for Literature in dash. Okay, so the options are 1888, option B 1903, option C 1867, option D 1907. The answer is option D 1907. Rudyard Kipling received a Nobel Prize for Literature in 1907. Okay, so Rudyard Kipling received a Nobel Prize for Literature in the year 1907. So in 1907, Rudyard Kipling received the Nobel Prize for Literature. Okay, ഓർത്തു വെക്കുക. So the correct answer is option D. Rudyard Kipling received a Nobel Prize in the year 1907. The 1907 Nobel Prize in Literature was awarded to the British writer Rudyard Kipling. He is the first English language writer to receive the prize. So he is the first English language writer to receive a Nobel Prize in the year 1907. Okay, so Rudyard Kipling received a Nobel Prize in the year 1907. Okay, so the 1907 Nobel Prize in Literature was awarded to the British writer Rudyard Kipling. Rudyard Kipling ine ningalku ariyam 20th century English writer aanu. He is famous for Jungle Book. Okay, Jungle Book inde author aanu. adupole if ennulla adeyatinte didactic form അതൊക്കെ വളരെ പോപ്പുലർ ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പോംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. റുഡ്യാർഡ് കിപ്ലിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റൈറ്റർ. കിം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഓർക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം വ്യക്തമായി ഓർക്കുക. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് റുഡ്യാർഡ് കിപ്ലിംഗ് റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ ദ ഇയർ 1907. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So the 1907 Nobel Prize in Literature was awarded to the British writer Rudyard Kipling. He is the first English language writer to receive the prize. അപ്പോൾ നൊബേൽ പ്രൈസ് റുഡ്യാർഡ് കിപ്ലിംഗിന് ലഭിക്കുന്ന വർഷം 1907, 1907 റുഡ്യാർഡ് കിപ്ലിംഗിന് നൊബേൽ പ്രൈസ് വിൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. Okay, put the following in their correct chronological sequence. Put the following in their correct chronological sequence. First one, the landslide electoral victory of the Liberals under Lloyd George. Then women's suffrage bill discussed in British Parliament. Then founding of Women's Social and Political Union. Then end of Edward VII reign. So here the first question is, put the following in their correct chronological sequence. The landslide electoral victory of the Liberals under Lloyd George, women's suffrage bill discussed in British Parliament, founding of the Women's Social and Political Union, end of Edward VII reign. Option A ആണോ, B ആണോ, C ആണോ, D ആണോ? നോക്കുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. The correct answer is option C. The correct answer is option C. Founding of the Women's Social and Political Union, അതാണ് first one. Women's suffrage bill discussed in British Parliament, second one. The landslide electoral victory of the Liberals under Lloyd George, that is third one. End of Edward VII's reign, that is fourth. So the correct answer is option C. Founding of the Women's Social and Political Union, women's suffrage bill discussed in British Parliament, the landslide electoral victory of Liberals under Lloyd George, last one, the end of Edward VII's reign. So that is the correct chronological order. Okay, ഇതിന്റെ ഇയർ വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ chronological pattern ഇതാണ് correct. So first one, founding of the Women's Social and Political Union, women's suffrage bill discussed in British Parliament, the landslide electoral victory of the Liberals under Lloyd George, end of Edward VII's reign. Okay. Next question. Which of the following statements are true? Which of the following statements are true? Option A, Max Ponday refers to a group of British poets of the 1930s. Then this group, Max Ponday group, included W.H. Auden, Stephen Spender, Louis Magnus, and Cecil Day Lewis. The group was known for its espousal of imagism. The members owed allegiance to contemporary left-wing politics. Which of the following statements are true? നമുക്ക് choices കാണാം. Option A, statement 1 and 2 only are true. Statement 1, 2 and 3 only are true. Statements 1, 2 and 4 only are true. All the statements are true. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് പോവാം. So the correct answer is statements 1, 2 and 4 only are true. 1, 2 and 4 only are true. Option C. Okay. So Max Ponday refers to a group of British poets of 1930s. Max Ponday refers to a group of British poets of 1930s. The group included W.H. Auden, Stephen Spender, Louis Magnus, and Cecil Day Lewis. Okay. The members owed allegiance to contemporary left-wing politics. Left-wing politics.
ആ ഒരു ഇമേജിസം, എസ്പൗസൽ ഓഫ് ഇമേജിസം, ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റോങ് ആയിട്ട് ഉള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഓപ്ഷൻ എ, മാക്സ് പണ്ടേ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് പോയറ്റ്സ് ഓഫ് 1930s. അത് റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാക്സ് പണ്ടേ റെഫേഴ്സ് ടു എ group of British poets of 1930s. Then the group included W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis. So the group included W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis. Then the group was known for its espousal of imagism. This is a wrong statement. Then the members owed allegiance to contemporary left-wing politics. ഇവര് ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് മാക്സ് പണ്ടേ ഗ്രൂപ്പിൽ വരുന്നത്. സോ മാക്സ് പണ്ടേ refers to a group of British poets of the 1930s and the group included W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാക്സ് പണ്ടേ ഗ്രൂപ്പിൽ വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis, and the members owed allegiance to contemporary left-wing politics. Leftist ആയിട്ടുള്ള writers ആണ്. Okay, so Max Pande refers to a group of British poets of 1930s. The group included W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis. Okay, അപ്പോൾ 1930s ബ്രിട്ടീഷ് പോയറ്റ്സ് ആണ് മാക്സ് പണ്ടേ ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് W.H. Auden, Stephen Spender, Louis Macanis, Cecil Day Lewis. Okay, and the members owed allegiance to contemporary left-wing politics. Okay, അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. So here the correct answer is statements option C ആണ്. Statements 1, 2 and 4 only are true. Max Pande refers to a group of British poets of the 1930s. The group included W.H. Auden, Stephen Spender, Louis Macanis and Cecil Day Lewis. The members owed allegiance to contemporary left-wing politics. Okay, അപ്പോൾ ഇത്രയും ഓർക്കുക ഇമ്പോർട്ടന്റ് ആയിട്ട്. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question. Dylan Thomas's poetry is noted for its dash. Dylan Thomas's poetry is noted for its dash. Options are option A, surrealist imagery. Option B, ornate diction. Option C, overtly political themes. Option D, satire. So Dylan Thomas's poems is noted for its dash. Options are option A, surrealist imagery. Option B, ornate diction. Option C, overtly political themes. Option D, satire. Okay, so Dylan Thomas's poetry is noted for its answer is option A, surrealist imagery. So Dylan Thomas's poetry is noted for its imagery. Basically it's imagery. Okay, അതിന്റെ ഇമേജസിന്റെ യൂസേജിലാണ് ഡിലൻ തോമസിന്റെ പോംസ് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. So Dylan Thomas's poetry is noted for its surrealist imagery. Answer is option A, surrealist imagery. Dylan Thomas is famous for his acutely lyrical and emotional poetry as well as his turbulent personal life. ആ ഒരു ലിറിക്കൽ ഇമോഷണൽ പോയിട്രി, ആ ഒരു പേഴ്സണൽ ഇമോഷൻസ് അദ്ദേഹത്തിന്റെ പോയിട്രിയിലൂടെ നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കും. Dylan Thomas's poetry is replete with the images of life and death and their cyclicality and rebirth. Okay, images of life and death നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിന്റെ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലൂടെ റീബർത്ത് എന്നുള്ള തീം നമുക്ക് ഡിലൻ തോമസിന്റെ പോംസിൽ കാണാൻ സാധിക്കും. Such images include stars that stand for human beings' potential to reach godly heights on the one hand and the grass that symbolizes their mortality on the other. സ്റ്റാർസും ഗ്രാസും ഒക്കെ ആയിട്ടുള്ള ഇമേജസ് അദ്ദേഹം കൂടുതൽ യൂസ് ചെയ്യുന്നത്. And such images include stars that stand for human beings' potential to reach godly heights on one hand. ഒരിടത്ത് സ്റ്റാർസ് ആ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ പൊട്ടൻഷ്യൽ ടു റീച്ച് ദ ഗോഡ്ലി ഹൈറ്റ്സ്, ആ ഒരു ഗോഡ്ലി ഹൈറ്റ്സിലേക്ക് എത്താനുള്ള ഹ്യൂമൻ ബീങ്സിന്റെ പൊട്ടൻഷ്യൽ ആണ് സ്റ്റാർസ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്.
and then grass, that means mortality. Okay, so Dylan Thomas is famous for his acutely lyrical and emotional poetry as well as his turbulent personal life. Dylan Thomas's poetry is replete with the images of life and death and their cyclicality and rebirth. Such images include stars that stand for human beings' potential to reach godly heights on one hand and the grass that symbolizes their mortality on another hand. Okay, അപ്പോൾ Dylan Thomas's poetry is noted for its realistic imagery. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. And his poems were contained with emotional and lyrical poetry, and he used the images of life and death and cyclicality of rebirth also. Okay. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Dylan Thomas's poetry is noted for its realist imagery. Okay, ആ സ്റ്റാർസും ഗ്രാസും ഒക്കെ സിംബലൈസ് ചെയ്യുന്നത് ഗ്രാസ് ഇമോർട്ടാലിറ്റിയും സ്റ്റാർസ് എന്നുള്ളത് ആ ഹ്യൂമൻ ബീങ്സിന്റെ പൊട്ടൻഷ്യൽ ടു അച്ചീവ് ദ ഗോഡ്ലി ഹൈറ്റ്സ് ആ ഒരു മീനിങ് ഒക്കെ കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഇമേജസ് ആണ് ഡിലൻ തോമസ് അദ്ദേഹത്തിന്റെ പോംസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ പോംസ് നമുക്കറിയാം, പോം ഇൻ ഒക്ടോബർ. ഓക്കെ, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ അതൊക്കെ ഓർക്കുക. ഫേൺ ഹിൽ ഒക്കെ, അപ്പോ ഈ പറയുന്ന വർക്ക്സ് ഒക്കെ നിങ്ങൾ ഓർക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഡിലൻ തോമസ് ഈസ് നോട്ടഡ് ഫോർ ഓർ ഹിസ് പോയിട്രി ഈസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് എ റിയലിസ്റ്റ് ഇമേജറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following works of T.S. Eliot in correct chronological sequence. Arrange the following works of T.S. Eliot in correct chronological sequence. First one, Preludes, then The Wasteland, then The Hollow Man, then Murder in the Cathedral. So arrange the following works of T.S. Eliot in correct chronological sequence. അപ്പോൾ T.S. Eliotന്റെ ഈ തന്നിരിക്കുന്ന വർക്ക്സിനെ correct chronological sequence arrange ചെയ്യുക. So arrange the following works of T.S. Eliot in correct chronological sequence. Preludes, The Wasteland, The Hollow Man, The Murder in the Cathedral. Okay, option A ആണോ, option B ആണോ, C ആണോ, D ആണോ? Okay, നമുക്ക് നോക്കാം. The correct answer is option A. 1, 2, 3, 4 ഈ ഓർഡർ തന്നെയാണ്. First one, Preludes 1917. Second one, The Wasteland 1922. Third one, The Hollow Man 1925. Fourth one, Murder in the Cathedral 1935. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്രോണോളജിക്കൽ ഓർഡറിൽ T.S. Eliotന്റെ വർക്ക്സ് നമ്മൾ ഇവിടെ സീക്വൻസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഏതാണ് കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് വരുന്നത്? Preludes 1917, Wasteland 1922, The Hollow Man 1925, Murder in the Cathedral 1935. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Preludes 1917, ഇയർ ഓർക്കുക 1917, The Wasteland 1922, The Hollow Man 1925, Murder in the Cathedral ഇമ്പോർട്ടൻ്റ് ആണ് 1935. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്ക്സും അതിന്റെ ഇയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ T.S. Eliotന്റെ വർക്ക്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് Preludes 1917, The Wasteland 1922, The Hollow Man 1925, Murder in the Cathedral 1935. Okay, important ആണ്, ഓർത്തു വെക്കുക. Next question. Dash is a verse play by Christopher Fry. Dash is a verse play by Christopher Fry. Options are option A, The Lady is Not for Burning. Option B, The Cocktail Party. Option C, John Bull's Other Island. Option D, none of these. So the question is, Dash is a verse play by Christopher Fry. Options are option A, The Lady is Not for Burning. Option B, The Cocktail Party. Option C, John Bull's Other Island. Option D, none of these. So Dash is the verse play by Christopher Fry. അതാണ് ഇവിടെ question. The answer is The Lady is Not for Burning. So The Lady is Not for Burning is a verse play by Christopher Fry. Okay, so Lady is Not for Burning is a verse drama by Christopher Fry. So അത് ഓർത്തു വെക്കുക. The Lady is Not for Burning is a verse play by Christopher Fry.
Okay. So the correct answer is option A. The lady is not for burning. Christopher Frey was an English poet and playwright. He is best known for his verse drama, The Lady is Not for Burning. So Christopher Frey is famous for his verse drama, that is Lady is Not for Burning. Okay. So Christopher Freyയുടെ important ആയിട്ടുള്ള verse drama ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ The Lady is not for burning. വളരെ important ആണ്. നിങ്ങൾ question മറക്കരുത്. The verse drama of Christopher Frey is Lady is not for burning. Okay. Next question ലേക്ക് പോവാം. Next question. Match the following. Church going, Tom Gunn. My sad captains, J.D. Scott. The Spectator, Robert Conquest. New Lines, Philip Larkin. So church going, Tom Gunn. My sad captains, J.D. Scott. The Spectator, Robert Conquest. New Lines, Philip Larkin. Option A ആണോ, B ആണോ, C ആണോ, D ആണോ? റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് ഏതാണെന്ന് കണ്ടെത്തുക. ചർച്ച് ഗോയിങ്, ടോം ഗൺ ആണോ, മൈ സാഡ് ക്യാപ്റ്റൻസ്, J.D. സ്കോട്ട് ആണോ, ദ സ്പെക്ടേറ്റർ, റോബർട്ട് കോൺകസ്റ്റ് ആണോ, ന്യൂ ലൈൻസ്, ഫിലിപ്പ് ലാർക്കിൻ? ഇതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് കണ്ടെത്തുക. ഓക്കെ. So the correct answer is option B. Option B ആണ് correct answer ആയിട്ട് വരുന്നത്. That is church going, Philip Larkin. My sad captains, Tom Gunn. The Spectator, J.D. Scott. New Lines, Robert Conquest. So option B is the right answer. Church going, Philip Larkin. My sad captains, Tom Gunn. The Spectator, J.D. Scott. New Lines, Robert Conquest. Woman poet ആയിട്ടുള്ള ഫിലിപ്പ് ലാർക്കിനെയും ടോം ഗണ്ണിനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അവരുടെ ആ വർക്ക് കൂടി ഓർത്തു വെക്കുക. ചർച്ച് ഗോയിങ്, ഫിലിപ്പ് ലാർക്കിൻ. മൈ സാഡ് ക്യാപ്റ്റൻസ്, ടോം ഗൺ. ദ സ്പെക്ടേറ്റർ, J.D. സ്കോട്ട്. ന്യൂ ലൈൻസ്, റോബർട്ട് കോൺകസ്റ്റ്. നമുക്ക് ഈ ഒരു രീതിയിൽ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിലും മറ്റുള്ള മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് അല്ലെ പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഈ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് കുറെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന റൈറ്റേഴ്സും അവരുടെ വർക്ക്സും മനസ്സിലാക്കുക. ചർച്ച് ഗോയിങ്, ഫിലിപ്പ് ലാർക്കിൻ. മൈ സാഡ് ക്യാപ്റ്റൻസ്, ടോം ഗൺ. ദ സ്പെക്ടേറ്റർ, J.D. സ്കോട്ട്. ന്യൂ ലൈൻസ്, റോബർട്ട് കോൺക്വസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുക. ചർച്ച് ഗോയിങ്, ഫിലിപ്പ് ലാർക്കിൻ. മൈ സാഡ് ക്യാപ്റ്റൻസ്, ടോം ഗൺ. ദ സ്പെക്ടേറ്റർ, J.D. സ്കോട്ട്. ന്യൂ ലൈൻസ്, റോബർട്ട് കോൺക്വസ്റ്റ്. ഓക്കെ, അപ്പോ ഇതാണ് ആ ഓർഡർ കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചർച്ച് ഗോയിങ്, ഫിലിപ്പ് ലാർക്കിൻ. മൈ സാഡ് ക്യാപ്റ്റൻസ്, ടോം ഗൺ. ദ സ്പെക്ടേറ്റർ, J.D. സ്കോട്ട്. ന്യൂ ലൈൻസ്, റോബർട്ട് കോൺക്വസ്റ്റ്. ന്യൂ ലൈൻസ് എന്നുള്ളത് ഒരു ആന്തോളജിയാണ് റോബർട്ട് കോൺക്വസ്റ്റിൻ. അപ്പോൾ ഓരോ വർക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന ആളുടെ ആണ് ഈ വർക്ക് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following poets is of Northern Irish extraction? Which of the following poets is of Northern Irish extraction? Option A, Seamus Heaney. Option B, Andrew Motion. Option C, Ted Hughes. Option D, Robert Burns. Which of the following poets is of Northern Irish extraction? The answer is option A, Seamus Heaney. Okay. So the answer is Seamus Heaney. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? Northern Irish extraction. Which of the following poets is of Northern Irish extraction? The answer is Seamus Heaney. നിങ്ങൾക്കറിയാം Seamus Heaneyയെ കുറിച്ച് അല്ലേ? ഡിഗിങ് എന്നൊക്കെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പോം എഴുതിയ പോയറ്റ് ആണ് Seamus Heaney. ഓക്കെ, അദ്ദേഹത്തിന്റെ ബോഗ് പോംസ് അദ്ദേഹത്തിന്റെ പോംസിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ബോഗ് പോംസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ബോഗ് പോംസ് റിലേറ്റഡ് ടു Seamus Heaney. ഓക്കെ, അപ്പോ നമുക്ക് അത് ഓർത്തു വെക്കണം. ഡിഗിങ് ദിസ് എ പോം ബൈ Seamus Heaney. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനകത്ത് ലൈൻസ് ഒക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ Seamus Heaney. So which of the following poets is of Northern Irish extraction? That is Seamus Heaney. The answer is option A. Okay. Next question. Which of the following can be described as a thinker and social critic? Which of the following can be described as
a thinker and social critic? Option A, Max Beerbohm. Option B, A.G. Gardner. Option C, Bertrand Russell. Option D, Thomas Hardy. Which of the following can be described as a thinker and social critic? The answer is Bertrand Russell. So which of the following can be described as a thinker and social critic? The answer is Bertrand Russell. Bertrand Russell can be described as a thinker and social critic. Okay, so which of the following can be described as a thinker and social critic? The answer is Bertrand Russell. Okay, Bertrand Russell can be described as a thinker and social critic. Okay, so option C is the right answer, Bertrand Russell. Bertrand Russell can be described as a thinker and a social critic. Okay, next question. The following is not a novel by D.H. Lawrence. The following is not a novel by D.H. Lawrence. Options are option A, Sons and Lovers. Option B, The Rainbow. Option C, Lady Chatterley's Lover. Option D, To the Lighthouse. The following is not a novel by D.H. Lawrence. Option A, Sons and Lovers. Option B, The Rainbow. Option C, Lady Chatterley's Lover. Option D, To the Lighthouse. So, the following is not a novel by D.H. Lawrence. Sons and Lovers, D.H. Lawrence in the novel aanu. The Rainbow, D.H. Lawrence in the Lady Chatterley's Lover, D.H. Lawrence in the So, the answer is To the Lighthouse. Option D. The following is not a novel by D.H. Lawrence എന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. The following is not a novel by D.H. Lawrence. The answer is To the Lighthouse. To the Lighthouse is a novel by Virginia Woolf. Virginia Woolfിന്റേതാണ് To the Lighthouse. So, the following is not a novel by D.H. Lawrence. The options are Sons and Lovers. Option B, The Rainbow. Option C, Lady Chatterley's Lover. Option D, To the Lighthouse. ഇതില് Sons and Lovers-ഉം Rainbow-യും Lady Chatterley's Lover-ഉം D.H. Lawrence-ന്റേതാണ്. അതുപോലെ The White Peacock അദ്ദേഹത്തിന്റെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്. D.H. Lawrence ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്സും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് D.H. Lawrence-ന്റേതല്ലാത്ത വർക്ക് To the Lighthouse ആണ്. ഓക്കെ, To the Lighthouse എന്നുള്ള വർക്ക് വെർജീനിയ വോൾഫിന്റേതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. So the correct answer is option D, To the Lighthouse. To the Lighthouse is 1927 novel by Virginia Woolf. Important ആണ്, അതിന്റെ ഇയർ ഒന്ന് ഓർക്കുക. 1927 To the Lighthouse. To the Lighthouse is a novel by Virginia Woolf. Okay, so To the Lighthouse is a 1927 novel by Virginia Woolf. Okay, for Sons and Lovers-ഉം The Lady Chatterley's Lover-ഉം അതുപോലെ The Rainbow-യും ഒക്കെ തന്നെ D.H. Lawrence-ന്റെ വർക്ക് ആണെന്ന് ഓർത്തു വെക്കുക. To the Lighthouse is a novel by Virginia Woolf. Okay, To the Lighthouse is a 1927 novel by Virginia Woolf എന്നുള്ള കാര്യവും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും നിങ്ങൾ മനസ്സിലാക്കുക. D.H. Lawrence is a very important writer. ഓക്കെ, അപ്പോൾ നമ്മൾ റുഡിയാർഡ് കിപ്ലിംഗ് പറഞ്ഞപ്പോൾ അതും പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ മറ്റു വർക്ക്സും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൺസ് ആൻഡ് ലവേഴ്സും ദ റെയിൻബോ, ലേഡി ചാറ്റർലീസ് ലവർ, ഈ വർക്ക്സ് ഒക്കെ D.H. Lawrence-ന്റേതാണ്. To the Lighthouse is a 1927 novel by Virginia Woolf. Virginia Woolf-നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള എസ്സേയും അതുപോലെ മിസ്സസ് ഡാലോവേ എന്നുള്ള വർക്കിന്റെ ഒക്കെ ഓതറാണ് വിർജീനിയ വൂൾഫ്. അപ്പോൾ വിർജീനിയ വൂൾഫിന്റെ നോവലാണ് To the Lighthouse in 1927. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. ഓക്കെ, then next question. James Joyce's Dubliners is dash. James Joyce's Dubliners is dash. Options are option A, collection of essays. Option B, a collection of short stories. Option C, a memoir. Option D, a travelogue. James Joyce's Dubliners is dash. Option A, a collection of essays.
Option B, a collection of short stories. Option C, a memoir. Option D, a travelogue. So James Joyce Dubliners is dash. The answer is a collection of short stories. James Joyce's Dubliners is a collection of short stories. Okay, important ആണ് James Joyce. മറ്റൊരു important ആയിട്ടുള്ള writer ആണ്. James Joyce's Dubliners is a collection of short stories. വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. James Joyce's Dubliners is a collection of short stories. Okay. So the correct answer is option B, a collection of short stories. Dubliners is a collection of 15 short stories by James Joyce, published in 1914. 1914 ലുള്ള വർക്കാണ് Dubliners. Okay. Dubliners is a collection of 15 short stories. 15 short story collection ആണ് by James Joyce, published in 1914. 1914 publish ചെയ്ത 15 short stories in the collection ആണ് Dubliners. So James Joyce's Dubliners is a collection of short stories. Okay, collection of short stories ആണ് 15 short stories ആണ് 1914 ലാണ് publish ചെയ്യുന്നത്. Okay, അപ്പോൾ Dubliners എന്നുള്ളത് ജെയിംസ് ജോയ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് നിങ്ങളുടെ മനസ്സിൽ വരിക. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് Dubliners. And Dubliners is a collection of short stories published in 1914. 1914 publish ചെയ്ത collection of short stories ആണ് Dubliners. Okay, for Dubliners is a collection of 15 short stories by James Joyce, published in 1914. 1914 publish ചെയ്ത 15 short stories ന്റെ collection ആണ് Dubliners. Okay, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓതേഴ്സും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും അവരുടെ മറ്റു വർക്ക്സും ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൂടുതൽ വായിക്കുക, മനസ്സിലാക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ഓരോ ഓതേഴ്സിനെ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് നമ്മൾ ജെയിംസ് ജോയ്സിനെ കുറിച്ചും അതുപോലെ തന്നെ വിർജിനിയ വൂൾഫ്, അതുപോലെ റുഡിയാർഡ് കിപ്ലിംഗ്, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച അത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഓർത്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.